2020 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് അശ്വതിയെ തേടിയെത്തി. അഭിനയത്തിനു പുറമെ എഴുത്തിന്റെ ലോകത്തും സജീവമാണ്. ഠായില്ലാത്ത മുട്ടായികൾ, മഴയുറുമ്പുകളുടെ രാജ്യം, കാളി എന്നിവ കൃതികൾ. ബിനീഷ് പുതുപ്പണം. മലയാള നോവൽ സാഹിത്യത്തിലെ ജനപ്രിയ എഴുത്തുകാരിലൊരാളാണ് ബിനീഷ് പുതുപ്പണം. പ്രേമനഗരം, കൈതക്കാട്ടിലെ കവിത, മധുരവേട്ട തുടങ്ങിയവയാണ് ബെസ്റ്റ് സെല്ലർ. സാഹിത്യത്തിന് പുറമെ ചലച്ചിത്ര രംഗത്തും സജീവമായ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഓവർ ടു യു സ്പീക്കേഴ്സ്. എല്ലാവർക്കും നമസ്കാരം. സന്തോഷത്തിൻ്റെ സമവാക്യങ്ങൾ എന്നതാണ് നമ്മുടെ സെഷൻ. എല്ലാ മനുഷ്യരും നിരന്തരമായി തേടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സന്തോഷം. അത് വ്യക്തിപരമായ സന്തോഷമുണ്ട്, സാമൂഹ്യപരമായുണ്ട്, കുടുംബപരമായുണ്ട്, ദേശത്തിൻ്റെതുണ്ട്. ഇങ്ങനെ പലവിധ നമ്മുടെ ജീവിതം എങ്ങനെയാണോ വൈവിധ്യമായ മേഖലയിലൂടെ സഞ്ചരിക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ സന്തോഷം എന്ന കാര്യവും. അത് ഒരു വൃക്ഷത്തിൻ്റെ പല വേരുകൾ പോലെ പലയിടങ്ങളിലേക്ക് പലതായി വ്യാപിച്ചു കിടക്കുന്നതാണ്. പക്ഷേ നമ്മളത് നിരന്തരം തേടിക്കൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വൈവിധ്യങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം സംഭവിച്ചാൽ നമ്മുടെ ജീവിതത്തെ ആകെ അത് തകിടം മറിക്കുന്നു. ഒരു വ്യക്തിപരമായ സന്തോഷം മാത്രമല്ല നമ്മുടെ സന്തോഷം, നമ്മുടെ ദേശത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മുടെ സന്തോഷത്തെ ബാധിക്കുന്നു, കുടുംബത്തിന് സംഭവിച്ചാൽ സന്തോഷത്തിന് ബാധിക്കുന്നു. എന്നിരുന്നാലും എന്താണ് സന്തോഷം എന്നതിൻ്റെ ഡെഫിനിഷൻ നമുക്കില്ല. സത്യത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെയാകും അത്. ഒരു മാൻപേട തേടിക്കൊണ്ടിരിക്കുന്ന, കസ്തൂരി തേടിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ സന്തോഷത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്തരം തേടലിനുള്ള ഒരു ഉത്തരമാണ് അശ്വതി ശ്രീകാന്തിൻ്റെ സന്തോഷത്തിൻ്റെ സമവാക്യങ്ങൾ എന്ന ഒരു പുസ്തകം. തീർച്ചയായും പ്രചോദനാത്മക സാഹിത്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെ ഒരു രത്നം പോലെ, പൊടിപിടിച്ച് കിടക്കുന്ന രത്നം എങ്ങനെയാണോ തുടച്ച് വൃത്തിയുള്ള തിളക്കമുള്ള രത്നമാകുന്നത്, അതുപോലെ ഇതിൽ എൻ്റെ വ്യക്തിപരമായ വായനയിൽ ഇതിലെ ഓരോ വാക്കുകളും ഓരോ മുത്തുകളാണ്. നമുക്കത് ചേർത്ത് വെച്ച് ജീവിതത്തെ മഹത്തരവും ആനന്ദവും സന്തോഷവും പ്രദവുമായ ഒന്നാക്കി മാറ്റാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് അശ്വതി ശ്രീകാന്തിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. ഇപ്പം അശ്വതിയുടെ എഴുത്ത് ജീവിതം പരിശോധിച്ചാൽ ആദ്യകാല പുസ്തകങ്ങൾ ഓർമ്മ എഴുത്ത് എന്ന് പറയാവുന്ന മേഖലയിൽ നിന്ന് വന്നു. പിന്നീട് കഥകളിലേക്കെത്തി. കാളിയെ പോലെയുള്ള മഹത്തരമായ കഥാസമാഹാരങ്ങൾ പുറത്തിറക്കി. പക്ഷെ ഇപ്പോൾ ഇതാ സന്തോഷത്തിൻ്റെ സമവാക്യങ്ങൾ എന്ന പ്രചോദിപ്പിക്കുന്ന ഒരു പുസ്തകം. ഈ കാലത്ത് തീർച്ചയായും സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത്, മനുഷ്യൻ അത്രയേറെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു കാലത്ത് വരുന്നൊരു പുസ്തകം കൂടിയാണ് എന്നതിൻ്റെ ഒരു പ്രാധാന്യം അതിലുണ്ട്. അപ്പോൾ ഈ ഒരു എഴുത്ത് വൈവിധ്യത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം രചിക്കാനുണ്ടായ, ആവിഷ്കരിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അതിൻ്റെ ഒരു എഴുത്ത് വഴി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൊള്ളാം. എനിക്ക് തോന്നുന്നത് ആദ്യം തന്നെ നമസ്കാരം, ആൻഡ് താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ എല്ലാ കാലത്തും എഴുതുമായിരുന്നത് അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരുന്നത് ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. എനിക്ക് പലപ്പോഴും എഴുത്തൊരു ജേർണലിംഗ് പോലെ ഫീൽ ചെയ്യുന്നൊരു ആളാണ്. എൻ്റെ ഉള്ളിൽ അപ്പോൾ എന്താണോ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പകർത്തി വെക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അത്രയധികം ഓർമ്മകൾ വന്നിട്ട് ഇതെനിക്ക് എവിടെയെങ്കിലും പകർത്താതെ വയ്യ എന്ന് തോന്നിയ ഒരു മൊമെൻറ്റിലാണ് ഞാൻ എൻ്റെ ഓർമ്മ പുസ്തകം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ചെയ്യുന്ന സമയത്തും എനിക്കത് അതിലെല്ലാം ഒന്നും എൻ്റെ ചിലത് എൻ്റെ എക്സ്പീരിയൻസുകളാണെന്ന് പറയാനുള്ള ധൈര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ചിലത് അതുകൊണ്ട് അതിനകത്തൊരു ഓർമ്മ കഥകൾ എന്നുള്ളൊരു ജോണറിലേക്ക് അത് മാറ്റിയിട്ട് കുറച്ച് ഫിക്ഷനും കുറച്ച് റിയാലിറ്റിയും ചേർത്തിട്ടുള്ളൊരു എഴുത്തായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടുമുട്ടിയ പല ആളുകളും അവരുടെ കഥകളും അതിനെ ഞാൻ കണ്ടിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സും ഒക്കെ ചേർത്ത് വെച്ച് എഴുതിയിട്ടുള്ള കഥകളാണ് കാളി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനിടയ്ക്ക് ഒരു കവിതകളുടെ സമാഹാരം. കവിതകൾ പിന്നെ എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു ഒരു 6ാം ക്ലാസ് തൊട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുത്തിക്കുറിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് അങ്ങനെ ആണ് കവിതകളുടെ ഒരു സമാഹാരം ഇതിനിടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സന്തോഷത്തിൻ്റെ സമവാക്യങ്ങൾ അത് ചെയ്യാനുണ്ടായ ഒരു കാരണം, ഞാൻ അത്ര ഷുവറൊന്നും അല്ലായിരുന്നു ഇങ്ങനെ ഒരു പുസ്തകം ഞാൻ ചെയ്യും എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ മെൻ്റൽ വെൽനെസ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് വളരെ അടുത്ത് സജീവമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ ഞാനൊരു സർട്ടിഫൈഡ് ലൈഫ് കോച്ചാണ്. അപ്പോൾ ഞാൻ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് സ്വന്തമായിട്ടൊരു മെൻ്റൽ വെൽനെസ് പ്ലാറ്റ്ഫോം ഉണ്ട്, ബിക്കമിങ് എന്നുള്ള പേരിൽ. അപ്പോൾ അവിടെ ആയിട്ടും അല്ലാതെ ആയിട്ടും, അതായത് പേഴ്സണലിയും പ്രൊഫഷണലിയും ഞാൻ ഈ അടുത്തായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുടെ കഥകളുണ്ട്.
അപ്പം ഞാൻ അവരോട് എൻ്റെ ചില റിയലൈസേഷൻസ് അവരോട് ഷെയർ ചെയ്യുന്ന സമയത്താണ്, അപ്പം ഞാൻ പലപ്പോഴും ഇത് വിചാരിക്കുമ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് അവർ പറയുന്നത്, അയ്യോ അങ്ങനെ ഒരു ആംഗിളിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ പലരും പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, അപ്പം ഇങ്ങനെ ചിന്തിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ വിചാരിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. പക്ഷേ ഇതിൻ്റെ ചില പേഴ്സ്പെക്റ്റീവുകൾ അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് ചേർത്ത് വെച്ചിട്ടുള്ള പുസ്തകമാണിത്. പിന്നെ സന്തോഷത്തിൻ്റെ സമവാക്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സന്തോഷത്തിന് നമുക്കൊരു ഡെഫിനിഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതുപോലെ, ഈ സന്തോഷം കുറച്ചൊക്കെ എന്നല്ല, ഇതിൻ്റെ ഒരു മേജർ പാർട്ടും ഇതിനകത്തൊരു ബയോളജിക്കൽ പ്രോസസ്സ് ഉണ്ടല്ലോ. ശരീരം എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്, ശരീരം എങ്ങനെയാണ് ഒരു അപകടത്തിനെ മനസ്സിലാക്കുന്നത്, നമ്മുടെ നെർവസ് സിസ്റ്റം എങ്ങനെയാണ് ചില സാഹചര്യങ്ങളോട് റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ കാൽപ്പനികമായിട്ട് അല്ലെങ്കിൽ എല്ലാം മനസ്സിൻ്റെ എന്ന് നമ്മൾ പറയുമ്പോഴും ഇതിനകത്ത് ശരീരത്തിന് കൃത്യമായിട്ടുള്ള ഇടപെടലുകളുണ്ട്. ചില ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ പോലും നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് സേഫ് ആയിട്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ടായിരിക്കും നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നാത്തത്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടം തോന്നാത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ പുറകിലുള്ള ഒരു ബയോളജി മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലളിതമായിട്ട് തോന്നും ചില കാര്യങ്ങൾ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്തരം അറിവുകൾ ഉണ്ടാവുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരം എൻ്റെ കുറച്ച് തിരിച്ചറിവുകൾ, ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, ഞാൻ കണ്ട കുറച്ച് മനുഷ്യരുടെ എക്സ്പീരിയൻസുകൾ, ഇപ്പോൾ ഞാൻ ആളുകളെ സഹായിക്കുന്ന വിധങ്ങൾ, ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുസ്തകമാണ് സന്തോഷത്തിൻ്റെ സമവാക്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോഴും അത് ആവിഷ്കരിക്കുന്നതിലൊരു പുതുമയുണ്ട്. ഇപ്പം പലർക്കും അറിയായിരിക്കും, പക്ഷെ അതെങ്ങനെ ആവിഷ്കരിക്കുന്നു, അതെങ്ങനെ വായനക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ വളരെ വിജയിക്കാൻ ഏറെ സാധ്യതയുമുള്ളൊരു പുസ്തകമാണ്. അതിൽ പറയുന്നൊരു കാര്യം, ഇപ്പോൾ അവനവനിലേക്ക് അല്ലെ അവരവരിലേക്ക് നോക്കുക എന്നതാണ് പ്രധാനം. പക്ഷെ നമ്മളെപ്പോഴും അവരെ ജീവിതത്തെ നോക്കുകയും അത് നോക്കി സ്വയം ദുഃഖിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ്. അവൻ അങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെ ആയില്ലല്ലോ, അതല്ലെങ്കിൽ തിരിച്ചുമാകാം, അവന് ഇങ്ങനെ എല്ലാത്തിലും നെഗറ്റീവ് കാണുന്ന ആളുകൾക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രചോദനമുണ്ട്. സത്യത്തിൽ ഈ പുസ്തകത്തെ ഒരു ആത്മാവിഷ്കാരമായിട്ടോ അല്ലെങ്കിൽ ആത്മനോട്ടമായിട്ടോ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. നമുക്കൊരു ഹെൽപ്പ് എടുക്കണമെങ്കിൽ തന്നെ എനിക്ക് ആ ഹെൽപ്പ് വേണ്ട ഒരു സിറ്റുവേഷനിലാണെന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ ഉണ്ടാക്കാൻ പ്രചോദിപ്പിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എല്ലാ ചാപ്റ്ററുകളുടെയും അവസാനം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പുസ്തകമാണ്. ശരിക്കും അവനവനെ സഹായിക്കുക, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കിപ്പിക്കുക എന്നുള്ളതാണ് ആ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നമ്മളിങ്ങനെ പിക്ക് ചെയ്യും, നമ്മൾ കമ്പയർ ചെയ്യും. ഇതും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ബയോളജിക്കൽ. കാരണം നമ്മുടെ ബ്രെയിനിനറിയാം നമ്മൾ മറ്റുള്ളവരെ കഴിഞ്ഞും മികച്ചതായി നിന്നാലാണ് നമുക്ക് ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാനുള്ള സാധ്യത കൂടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മെച്ചപ്പെട്ടവരായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഏരിയയിലും നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്, നമ്മളെ കഴിഞ്ഞും മികച്ചതായിട്ട് ഒരാൾ അച്ചീവ് ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് അയ്യോ എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയാണ്, എനിക്ക് എപ്പോഴും ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് ആ ഫീലിങ്ങിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാതെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ പെർസ്പെക്റ്റീവ് മാറും. അപ്പോൾ അതാണ്, അത്തരത്തിലുള്ള പെർസ്പെക്റ്റീവ് ചേഞ്ചുകളാണ് ഈ പുസ്തകത്തിനകത്ത് കൂടുതലും ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അവനവനിലേക്കുള്ള നോട്ടം തീർച്ചയായിട്ടും എല്ലാവരും ഇതിലൂടെ കടന്നു പോകുമ്പോൾ, ഇപ്പോൾ കാളിയൊക്കെ വായിച്ചിട്ടുള്ള ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ ഒരു ട്രെയിൻ യാത്രയിൽ അല്ലെന്നുണ്ടെങ്കിൽ അത് കയ്യിൽ കിട്ടി ഇത്ര സമയത്തിനുള്ളിൽ 1.5 മണിക്കൂറിനുള്ളിൽ ഞാനത് വായിച്ചു തീർത്തു എന്നൊക്കെ പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ ഈ പുസ്തകം അത്ര എളുപ്പം അങ്ങനെ ഒരൊറ്റ ഇരിപ്പ് വായന ആവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം, പക്ഷെ ഓരോ ചാപ്റ്ററും വായിച്ചിട്ട് അത് നിങ്ങളിൽ എന്ത് റിഫ്ലക്ഷനാണ് ഉണ്ടാക്കുന്നത്, നിങ്ങളെ അതിലെങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് നോക്കിയിട്ട് മാത്രം സമയം പോലെ അടുത്തതിലേക്ക് നീങ്ങിയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു പുസ്തകമാണത്. ഇപ്പോൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കുന്നു, ഓരോ കാലത്തും അതിലൊരു അധ്യായം, ഓരോ കാലത്തും സന്തോഷത്തിന് ഓരോ അളവാണ്. ഇന്നേ അളവുകോലാണ് സന്തോഷത്തെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പശു തന്നെ കുട്ടിക്കാലത്ത് താമസിച്ചൊരു വീട്ടിലേക്ക് പോകുന്ന രംഗം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് അത് ആലോചിച്ച് വെക്കുമ്പോഴാണ് അത് എത്ര ചെറിയ സന്തോഷങ്ങളിലൊന്നാണ്. കാരണം നമ്മൾ വളരുമ്പോഴും നമ്മുടെ സന്തോഷത്തിൻ്റെ അളവും വർദ്ധിക്കുന്നു, പരിധികൾ മാറുന്നു, അങ്ങനെ പലതും ഉണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ച ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യം, വലിയ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളെ ബലി കൊടുത്ത് കളയും. പലപ്പോഴും അങ്ങനെയാണ്, വലിയ എന്തോ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഈ ചെറിയ സന്തോഷങ്ങളൊക്കെ വിട്ടുകളയും, എന്നിട്ട് അത് കിട്ടാതെ അതിൽ ദുഃഖിക്കുകയും ചെയ്യും. അപ്പോൾ അശ്വതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ ചെറിയ സന്തോഷങ്ങളിൽ, അതാത് സന്തോഷങ്ങളിൽ എപ്പോഴും നിലനിൽക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചാൽ, സൈക്കിൾ ഓട്ടാൻ തീരുമാനിച്ചാൽ ഒരു 5 ദിവസമെങ്കിലും അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നതിലൊരു സന്തോഷം. അപ്പോൾ അത്തരം ചെറിയ ചെറിയ വലിയ സന്തോഷങ്ങളെക്കാൾ വളരെ പ്രധാനമാണ് ജീവിതത്തിലെ ചെറിയ അംശമെങ്കിലുമുള്ള സന്തോഷങ്ങൾ എന്നൊരു ആശയം ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. നമുക്കറിയാം, പണ്ട് നമുക്ക് ഒരു റീല് കണ്ടാൽ കിട്ടിയിരുന്ന സന്തോഷം ഇപ്പൊ നമുക്കൊരു 25 30 റീല് കണ്ടു കഴിഞ്ഞാലാണ് ചിലപ്പോൾ നമുക്ക് ആ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ സന്തോഷം എപ്പോഴും അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് പല കാര്യങ്ങളെയും കാണുന്നത്. കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു ഡീസെൻസിറ്റൈസ്ഡ് ആവും. പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഉണ്ടെങ്കിലാണ്, അങ്ങനെയാണല്ലോ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത്, ഇതും കൂടെ കഴിഞ്ഞാൽ ഞാൻ നിർത്താം, ഇതും കൂടെ കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ സന്തോഷമാവും എന്ന് വിചാരിച്ച് നമ്മുടെ ഈ അളവ് പാത്രം നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും. കുട്ടിക്കാലത്ത് നമ്മുടെ ആ പാത്രം ചെറുതായിരുന്നു, ഒരു കുഞ്ഞ് സന്തോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹായ് എന്ന് വിചാരിച്ചിരുന്ന നമ്മൾ അതിൽ നിന്ന് മാറിപ്പോയിട്ട് നമ്മളിപ്പോൾ വലിയ കൊട്ടയും കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ കൊട്ട നിറഞ്ഞാലാണ് എനിക്ക് സന്തോഷം ആവുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ പണ്ടത്തെ സന്തോഷങ്ങളൊക്കെ അവിടെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മുടെ ബ്രെയിൻ അതിനെ കഴിഞ്ഞും വലുതെന്തോ ഉണ്ട്, ഇനിയും എനിക്ക് എന്തൊക്കെയോ കിട്ടാനുണ്ട് എന്നുള്ള ആ ഒരു ഹൈ റിവാർഡിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങിയത് കൊണ്ട് നമുക്ക് ചെറിയ സന്തോഷങ്ങൾ പലതും കാണാൻ പറ്റാറില്ല. അതും ബയോളജിക്കലാണ്. അപ്പോൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ബ്രെയിൻ അങ്ങനെയാണ്, കൂടുതൽ റിവാർഡ്, ഇനി എന്താ കിട്ടാനുള്ളത്, ഒരു പുക കൂടി, ഒരു പെഗ് കൂടി, ഒരു റീല് കൂടി എന്ന് പറഞ്ഞ് നമ്മളെ പുഷ് ചെയ്യിപ്പിക്കുന്ന ഒരാൾ നമ്മുടെ അകത്തുണ്ട്. അപ്പം അതും നമ്മുടെ കുറ്റമല്ല കേട്ടോ, നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ആയതുകൊണ്ട്. അത് വിചാരിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ട് അല്ലേ, കുറച്ചൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ്. ഇതൊന്നും എൻ്റെ മാത്രം കുറ്റമല്ല, എനിക്ക് ഈ അഡിക്ഷൻ ഉണ്ടാവുന്നത്, എനിക്കൊരു ഹാബിറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തത് ഒന്നും എൻ്റെ മാത്രം പ്രശ്നമല്ല, എൻ്റെ ബ്രെയിൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെയാണ്, അപ്പം ഞാനതിനെ ടാക്കിൾ ചെയ്യാൻ പഠിക്കുകയാണ് വേണ്ടതെന്നുള്ളത് അത് നമുക്ക് ഭയങ്കര സമാധാനം തരുന്നൊരു ചിന്തയാണ്. അപ്പം എനിക്ക് തോന്നിയിരുന്നത് പണ്ട് ഉള്ള നമ്മുടെ പല സന്തോഷങ്ങളും ഇന്നിപ്പം നമുക്ക് സന്തോഷങ്ങളല്ല. സങ്കടത്തിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പണ്ട് നമ്മൾ കണ്ട് കരഞ്ഞിരുന്ന, അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ ചുമന്നുകൊണ്ട് നടന്നിരുന്ന സങ്കടങ്ങളുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ നമുക്കതൊന്നും പോരാ സങ്കടപ്പെടാൻ, അല്ലേ? എത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള വാർത്തകളൊക്കെ കേട്ടാലാണ് നമുക്കിപ്പോൾ കുറച്ചൊന്ന് ഉള്ളിൽ തട്ടുന്നത്. അല്ലെങ്കിൽ നമുക്കതൊരു വാർത്ത മാത്രമായിട്ട് സ്ക്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ ബ്രെയിനിന് മനസ്സിലായിട്ട് ഇതൊന്നും ഒരു ത്രെട്ടല്ല, കുറച്ചും കൂടെ വലുത് വരട്ടെ എന്ന് വിചാരിക്കാറായിട്ടുണ്ട്. അപ്പോൾ സന്തോഷത്തിൻ്റെ കാര്യത്തിൽ, മിക്ക ഇമോഷൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ വലുതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം അങ്ങനെ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബ്രെയിൻ അതിനെ തിരിച്ചു പിടിച്ച്, അല്ല കേട്ടോ, ഇവിടെ വേറെയും ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ട്, ഇതും കൂടെ ഒന്ന് നോക്കൂ, ഇതും നമുക്കൊരിക്കൽ സന്തോഷമായിരുന്നു എന്ന് തിരിച്ചൊന്ന് ഷിഫ്റ്റ് ചെയ്ത് വിടാൻ ആക്ച്വലി നമുക്ക് പറ്റും. അതും ബയോളജിക്കലി പോസിബിൾ ആണ്. നമുക്ക് അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ സന്തോഷങ്ങൾ നോക്കൂ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം, അപ്പോൾ അതിനെങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ അതിലേക്ക് എത്താൻ പറ്റും, അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു പുസ്തകം കൂടിയാണിത്. അതുകൊണ്ട് സന്തോഷം അല്ല ആക്ച്വലി മാറിയത്, നമ്മുടെ കയ്യിലുള്ള അളവ് പാത്രമാണ് ഓരോ കാലത്തിലും മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ആശയം അതിലൂടെ പങ്കുവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ അളവ് പാത്രം മാറുന്നു എന്ന് പറയുമ്പോഴും അശ്വതി പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ദർശനത്തിൻ്റെ തുടർച്ചയാണ്. നമ്മുടെ ഋഷി പരമ്പരകളിലൊക്കെ, ദർശനങ്ങളിലൊക്കെ അത് കാണാൻ കഴിയും. മൈൻഡ്ഫുൾനെസ് അല്ലേ, ഈ നിമിഷത്തിൽ ജീവിക്കുക, ഇന്നിൽ ജീവിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഭൂതകാലവും ഭാവിയും ആലോചിച്ച് അതിലാകുലത കൊണ്ട് ആകുലത പേറി ജീവിക്കുന്ന മനുഷ്യർ, ഇപ്പം ഞാൻ അടങ്ങുന്ന ആളുകൾ. അപ്പോൾ ആ സമയത്താണ് അശ്വതി പുസ്തകത്തിലൂടെ പറയുന്നത്, ഈ നിമിഷത്തിൽ ജീവിക്കൂ, ഇത് കടന്നു പോകും. അപ്പോൾ ഈ നിമിഷത്തെ സന്തോഷം, അപ്പോൾ ഈ നിമിഷവും ഈ നേരവും ഈ ദിവസവുമാണ് പ്രധാനം, മറിച്ച് ഭാവിയല്ല, ഭൂതമല്ല എന്നുള്ളത്. അപ്പോൾ ആ മൈൻഡ്ഫുൾനെസ് എങ്ങനെ സാധ്യമാക്കും എന്നത് എൻ്റെ ഒരു ആശയം കൂടി പറയുന്നു. ഞാൻ പുസ്തകത്തിൻ്റെ കണ്ടന്റ് മുഴുവൻ പറയുക കൊണ്ട് ഇനി ആളുകൾ പുസ്തകം വായിക്കാതാവുക എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ അങ്ങനെ ഒരു ആശയത്തെ കൂടി ഇത് പങ്കുവെക്കുന്നുണ്ട്. അശ്വതി അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ, കാരണം അതൊരു തുടർച്ചയാണ്, ഒരു ദർശന തുടർച്ച കൂടിയാണ്. തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ നിങ്ങൾ മൈൻഡ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് മാത്രമാണ്, ഈ മൊമെന്റ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളത് ഇപ്പൊ അശ്വതി ശ്രീകാന്ത് പറഞ്ഞിട്ട് വേണ്ട ലോകത്തിന് അറിയാൻ, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്രയും മഹത്തായിട്ടുള്ള ഒരു ദർശനമാണ്, അല്ലെങ്കിൽ അതൊരു എന്താണ് പരമമായ ഒരു ട്രൂത്ത് ആണെന്ന് പറയുന്ന ഒരു സംഭവമാണ്.
പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് അറിയാത്ത സാഹചര്യമാണ് നമുക്ക് എങ്ങനെ ഈ മൊമെന്റിലായിരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഈ മൊമെന്റിലായിരിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ. അപ്പൊ ഇവിടെയും നമ്മളെ ചലഞ്ച് ചെയ്യുന്ന ആളാണ് നമ്മുടെ ബ്രെയിൻ. അത് ആലോചിക്കും നാളത്തെ എല്ലാ പോസിബിലിറ്റീസും, സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും. കാരണം ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ സന്തോഷിപ്പിക്കലല്ല. നമ്മുടെ ബ്രെയിനിന്റെ ഉദ്ദേശം നമ്മളെ സന്തോഷമാക്കി വയ്ക്കലല്ല. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ സർവൈവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്ത് പോകണം, ഇവിടെ ഒരു ത്രെട്ടും ഉണ്ടാവരുത്, നമ്മുടെ ജീവൻ അപകടമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രെയിനാണ് നമുക്ക് തലയ്ക്കുള്ളിലുള്ളത്. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഇപ്പോൾ ഞാൻ ഈ മൊമെന്റിൽ സേഫ് ആണല്ലോ. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ നാളത്തേക്കുള്ള കുറേ വറീസ് ഉണ്ടായിരിക്കും. അപ്പോൾ നാളത്തെ ഒരു സെഷനിൽ അത് എന്ത് സംസാരിക്കും എന്നുള്ളത് പോലും എനിക്ക് വേണമെങ്കിൽ ഇതിനിടയ്ക്ക് ആലോചിച്ചുകൊണ്ടിരിക്കാം. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ബ്രെയിനിന്. പക്ഷേ ഇവിടെ ഇപ്പം ആയിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അവിടെ ആയിരിക്കാൻ കുറച്ച് എഫേർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ച് പണ്ട് തൊട്ട് എൻ്റെ വീട്ടുകാരോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനത് പുസ്തകത്തിനകത്തും പറയുന്നുണ്ട്, കിളി പാറി നടക്കുക എന്ന് പറയുന്നത് ആ പ്രയോഗമൊക്കെ നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കിളി പാറി നടക്കുന്ന ആളായിട്ടാണ് എൻ്റെ വീട്ടുകാർ പോലും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും പ്രസന്റിൽ നിൽക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ വേറൊരു ലോകത്തായിരിക്കും, ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ എന്നെ ഇമോഷണലി ആണെങ്കിലും പല പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ ഗോ ത്രൂ ചെയ്ത സമയത്ത് എന്നെ ഗ്രൗണ്ട് ചെയ്ത് നിർത്താൻ ഈ മൊമെന്റിൽ ഞാൻ സേഫ് ആണെന്ന് എൻ്റെ ശരീരത്തിന് തോന്നിപ്പിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം അവിടെയാണ് മൈൻഡ്ഫുൾനെസ് ഭയങ്കര പ്രസക്തമാകുന്നത്. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തെറപ്പിയൊക്കെ എടുത്തിട്ടുള്ള ആളുകൾ, സൈക്കോളജിസ്റ്റിനെയൊക്കെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ള ആളുകൾ പലപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഭയങ്കരമായിട്ട് നമുക്കൊരു പാനിക് അറ്റാക്ക് വരുമ്പോഴോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നൊക്കെ സമയത്ത് നിങ്ങൾ ആ പ്രസന്റിലേക്ക് കൊണ്ടുവരും, കംപ്ലീറ്റ് അറ്റൻഷൻ ആ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരൂ, നിങ്ങളുടെ ചുറ്റുപാടുള്ള ഒബ്ജക്റ്റിലേക്ക് നോക്കൂ, നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് എന്താണ്, ചൂടാണോ തണുപ്പാണോ ശരീരത്തിൽ ഫീൽ ചെയ്യുന്നത് ശ്രദ്ധിക്കൂ. ഇതൊക്കെ പറയുന്നത് അപ്പുറത്തേക്ക് പോകാനും അല്ല, പുറകോട്ട് പോകാനും അല്ല, അവിടെ ആയിരിക്കൂ. അപ്പം നമ്മുടെ ശരീരത്തിന് മനസ്സിലാവും ഇപ്പം സേഫാണ്. അപ്പോൾ ഇപ്പം സേഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു അടക്കം കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ആ മൊമെന്റിലേക്ക് എപ്പോഴും തിരിച്ചു പിടിക്കുക മനസ്സിനെ, എങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ മൊമെന്റിലേക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളത്, അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ടൂൾസ്, പിന്നെ നിങ്ങൾ എത്ര മൈൻഡ്ഫുൾനെസ് ഉള്ള ആളാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള റിസോഴ്സസും ഒക്കെ ഈ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് ഈ പുസ്തകത്തിൽ പ്രസക്തമാകുന്നത്. പക്ഷെ അല്ലാതെ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾ ആയിരിക്കൂ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് മാത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ ഞാൻ അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവിടെ നോ പറയുക എന്നത് വളരെ പ്രധാനമാണ് എന്ന് ഒരു ഭാഗത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മൈൻഡ്ഫുൾനെസ് തന്നെ നമുക്ക് സാധ്യമാകണമെങ്കിൽ പലതിനോടും നോ പറയേണ്ടി വരും. എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ട പലതിനെയും നോ പറയേണ്ടി വന്നിട്ട് പോലും നമുക്കത് പറയാൻ സാധിക്കാതെ അതിൻ്റെ അസ്വസ്ഥത പേറി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ നോ പറയൽ എന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ അത് അത്ര എളുപ്പമുള്ള കാര്യമാണ് മനുഷ്യർക്ക്. ആ ഒരു അതിൽ സന്തോഷം ലഭ്യമാക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നാണ് വ്യക്തിപരമായി എനിക്ക് അനുഭവത്തിലൂടെ. അപ്പോൾ പുസ്തകത്തിൽ പക്ഷെ അത് വളരെ പോസിറ്റീവായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് സൂചിപ്പിച്ചത് നല്ലതായി. നോ പറയാൻ നമുക്കൊക്കെ പൊതുവെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കുറേയൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കൂടെയുള്ളവരൊക്കെ എന്നെ പലപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിക്കേണ്ടി വരാറുണ്ട്, എന്തിനാ ഇപ്പം അത് കമ്മിറ്റ് ചെയ്യുന്നത്, പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നോ എന്ന് പറഞ്ഞൂടെ എന്ന് വിചാരിക്കും. നമ്മുടെ ബ്രെയിനിന് ഈ ഫിയർ ഓഫ് റിജക്ഷൻ ഭയങ്കര പ്രശ്നമാണ്. എല്ലാവരും നമ്മളെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കായി പോവില്ലേ. ഒറ്റയ്ക്കായാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യുക? അല്ല, എന്നെ ആർക്കും വേണ്ടാതായി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുക? എന്നാൽ ഞാനൊരു അഡൾട്ട് ആണെന്നും എനിക്ക് ഒറ്റയ്ക്കാണെങ്കിലും കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റുന്നു, ഈ ഒരാൾ മുഖം തിരിഞ്ഞാലും എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നു ഒന്നും അങ്ങനെയൊന്നും നമ്മൾക്ക് ആ സമയത്ത് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ റിജക്ഷനെ ഫേസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ ആ സമയത്തെ ചിന്ത. അപ്പം നമ്മളൊക്കെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടീഷൻഡ് ആയിട്ട് പോയിട്ടുള്ളൊരു കാര്യമാണിത്. അപ്പോൾ ഈ നോ പറയാൻ ഞാൻ പഠിച്ചു തുടങ്ങിയത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആദ്യത്തെ നോ പറച്ചിലൊക്കെ നമുക്ക് ഭയങ്കര ഗിൽറ്റ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഭയങ്കര പീപ്പിൾ പ്ലീസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരിക്കലും നോ പറഞ്ഞിട്ടില്ലാത്ത ഒരു ഫേസിൽ നോക്കിയിട്ട് ഇപ്പം പറ്റില്ല കേട്ടോ എന്ന് പറയുമ്പോൾ, അത് പറയുമ്പോഴും നമ്മൾ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇത് പലവട്ടം നമ്മുടെ തലയിലിട്ട് പല തരത്തിൽ ഫ്രെയിം ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് നോ പറഞ്ഞു നോക്കുന്നത്. പക്ഷെ ഇത് രസം എന്ന് വെച്ചാൽ പലവട്ടം നമ്മുടെ ബൗണ്ടറീസ് നമ്മൾ തിരിച്ചറിഞ്ഞ് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് തരുന്നൊരു സ്വാതന്ത്ര്യവും സമാധാനമുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ നോ പറച്ചിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഈ പറയാത്ത നോകൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
നമ്മൾ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രം നമ്മൾ ചില കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കും. അവരോടുള്ള സ്നേഹം കൊണ്ട് നോ പറയാൻ പറ്റാതെ നമ്മളൊരു കാര്യം കമ്മിറ്റ് ചെയ്യുന്നു. കമ്മിറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു സമയത്ത് അവരത് അറിയായിരുന്നു നമ്മൾ ഇഷ്ടമില്ലാതെയാണ് അത് ചെയ്തത് എന്ന് അവരറിയുന്ന ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ. അത് അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പൊ ശരിക്കും ഇഷ്ടമില്ലാതെ നോ പറഞ്ഞുകൊണ്ട് നമ്മൾ അവരോട് നീതിയല്ല കാണിക്കുന്നത്, അവനവനോട് നീതിയല്ല കാണിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനു വേണ്ടി അത് ചെയ്യുന്നത്? അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പലതും കമ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള റിയാലിറ്റി മറ്റേ ആൾ ശരിക്കും അറിഞ്ഞിരുന്നെങ്കിൽ അവർ പറയും നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യേ വേണ്ട, ഇത്ര വിഷമിച്ചിട്ട് നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യണ്ടെന്ന് അവർ പണ്ടേ പറഞ്ഞിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ ആ ഒരു നീതി അവനവനോട് കാണിച്ചു തുടങ്ങുക, നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളോടും കാണിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ആ ഒരു റിയലൈസേഷനിൽ നിന്നാണ് വളരെ കഷ്ടപ്പെട്ടിട്ട് ഞാനിപ്പോൾ നോ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു നോ പറഞ്ഞു കഴിയുമ്പോൾ ഒരു സമാധാനം തോന്നുന്ന ഒരു ഫേസിലേക്ക് ഞാൻ എന്നെ കൊണ്ടുവന്നിട്ട് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ അസ്വസ്ഥത വന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടും മൾട്ടിപ്പിൾ ടൈംസ് അസ്വസ്ഥത എന്നോ നമുക്ക് ഭയങ്കര നോ പറഞ്ഞതിന്റെ പേരിൽ ഗിൽട്ട് അനുഭവിച്ച് പിന്നെ പറഞ്ഞ് തിരിച്ചു വിളിച്ച് അല്ലേ കുഴപ്പമില്ല ഞാൻ ഈ പ്രാവശ്യം കൂടെ ചെയ്യാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ ഉള്ളിലൊരു നന്മമരമുണ്ട്. അപ്പൊ ഈ നോ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സെൽഫ് ഡൗട്ട് വരും. ഇപ്പൊ ഞാൻ മോശം ആളായിട്ടാണോ ഞാൻ അങ്ങനെ നോ പറയുന്നത് എന്നുള്ള തോട്ട് നമുക്ക് വരും. പക്ഷെ ഈ നോ പറഞ്ഞ കാര്യം പോയി ചെയ്തിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മളോട് തന്നെ ഭയങ്കര പുച്ഛം തോന്നും. ഞാൻ എന്തിനാ ഇപ്പോൾ എൻ്റെ സമയവും എനർജിയും ഒക്കെ മെനക്കെടുത്ത് ഞാൻ ഇതിന് പുറകെ നടന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് തിരിച്ചറിയാനുള്ളൊരു ടെക്നിക്കും, അതായത് ശരിക്കും നന്മ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യമുണ്ട് അല്ലെ. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നോക്കാതെ നമ്മുടെ എല്ലാം മറന്നിട്ട് നമ്മൾ ചിലപ്പോൾ കൂടെ പോവും. അത് നമ്മുടെ നന്മ കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇല്ലാത്ത പൈസ നമ്മൾ ചിലപ്പോൾ ഒരിടത്തു നിന്ന് കടം മേടിച്ച ഒരാൾക്ക് ഫോഴ്സ്ഫുള്ളി കൊടുക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ഇതും സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ട് ചില സമയത്ത് ചിലപ്പോൾ അത് നമുക്ക് ഇഷ്ടമുണ്ടായിട്ടായിരിക്കില്ല, നമ്മൾ നോ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലെ നന്മ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ എത്ര മടുത്താലും എത്ര വയ്യാന്ന് പറഞ്ഞാലും ഉള്ളിൽ അത് ഭയങ്കര ഒരു നിറവുണ്ടാക്കും, ഒരു കണ്ടന്റ് ഫീൽ ചെയ്യും നമുക്ക്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളിനെ ഡ്രെയിൻഡ് ആക്കും എന്നുള്ളതാണ്. ഇത് ശരിക്കും ഞാൻ ഇഷ്ടത്തോടെ ചെയ്തതാണോ എൻ്റെ ഉള്ളിലെ നന്മ കൊണ്ട് ചെയ്തതാണോ എന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും. നമുക്ക് ചിലപ്പോൾ ഇത് ഞാൻ നല്ലതായത് കൊണ്ടാണോ ഞാൻ ഈ നോ പറയാതെ എല്ലാം ചെയ്യുന്നത്, അതോ എൻ്റെ പീപ്പിൾ പ്ലീസിങ് ആണോ എന്നുള്ളത്. അപ്പം അത് തിരിച്ചറിയാനുള്ള ചില ടൂൾസ്, ഇതുപോലെയുള്ള കുറച്ച് ടൂൾസ്, ചില റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതും ആ പുസ്തകത്തിൻ്റെ ഭാഗമാണ്. ഈ നീട്ടിക്കൊണ്ടുപോകുന്ന നോവലാണ് പലരുടെയും ജീവിതത്തെ പ്രശ്നഭരിതമാക്കുന്നത് എന്നാണ് അശ്വതി പറയുന്നത്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന ഒന്നാണെന്ന് തോന്നുന്നു. ഒരു ചാപ്റ്ററിൽ പറയുന്നത് വിട്ടുകളയുക. ചിലതിനെ നമ്മൾ അത് ഓർമ്മകളെ പോലും, അതാണ് എനിക്കത് ഒരു പോയിന്റ് പ്രധാനമായിട്ട് തോന്നിയത്. ഓർമ്മകളെ വരെ വിട്ടുകളയാൻ പഠിക്കണം. അപ്പോൾ വിട്ടുകളയാണ് ജീവിതത്തിൻ്റെ വിജയലക്ഷ്യവും ആനന്ദലക്ഷ്യവും എന്നൊരു കാര്യം ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു വിയോജിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, പലപ്പോഴും ഓർമ്മകളാണല്ലോ മനുഷ്യൻ. ഇപ്പോൾ ഈ സന്തോഷ് കുമാറൊക്കെ നോവലുകൾ പറയുന്നത് ഓർമ്മകളാണ്, നോവലാണെങ്കിൽ പോലും അതൊരു പൊതു തത്വമാണ്, ഓർമ്മകളാണ് മനുഷ്യൻ എന്നുള്ളത്. അപ്പം മനുഷ്യ അസ്തിത്വം പോലും ദീർഘമായ ഒരു ഓർമ്മകളുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പം നമുക്ക് അങ്ങനെ എളുപ്പം വിട്ടുകളയാൻ പറ്റുന്നതാണോ നമ്മുടെ ഓർമ്മകൾ എന്നുള്ളത് ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുന്നു തോന്നുന്നു. ഒരിക്കലും വിട്ടുകളയാൻ എളുപ്പമുള്ളതല്ല ഓർമ്മകൾ. പ്രത്യേകിച്ച് അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിത പരിസരങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളെ വിട്ടുകളയാന്ന് പറയുമ്പോൾ നമ്മുടെ എക്സിസ്റ്റൻസിനെ നമ്മൾ മറന്നു കളയുക എന്നുള്ള പോലെയുള്ള തോട്ടുണ്ടാവും. പക്ഷേ അതിനകത്തും പറയുന്നൊരു കാര്യം എല്ലാം വിട്ടുകളയാന്നും എല്ലാ ഓർമ്മകളെയും ഉപേക്ഷിക്കുക എന്നുള്ളതും അല്ല. നമ്മൾ ഇപ്പം സെർവ് ചെയ്യുന്നില്ലാത്ത ചില കാര്യങ്ങളില്ലേ, ഇത് ചുമന്ന് നടക്കുന്നത് കൊണ്ട് ഭാരമല്ലാതെ ഒന്നുമില്ലാത്ത ചില ഓർമ്മകൾ ഉണ്ടാവും. അതിനെ വിട്ടുകളയുക അല്ലെങ്കിൽ അതിനെ സമാധാനമായിട്ട് ഒരിടത്ത് ഇരിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത് ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്കിപ്പോൾ മരിച്ചു പോയവരെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കാം, ആ ഓർമ്മകൾ നമുക്ക് വേണം. അല്ലെങ്കിൽ ചില നല്ല മെമ്മറീസും ഒക്കെ നമുക്ക് വേണം, നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ അതിൻ്റെയൊക്കെ ഊർജ്ജം ആവശ്യമാണ്. പക്ഷേ ഈ ഓർമ്മകളാണ് ഇന്നത്തെയും നിങ്ങളുടെ ജീവിതത്തെ നിരന്തരം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെ പുതിയൊരാളാവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള പോയിന്റിലാണ് നമ്മൾ ഞാൻ ഇനി കൊണ്ടു നടക്കുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടത്. അപ്പം നമ്മളെ പുറകോട്ട് പിടിച്ച് വലിക്കുന്ന ഭൂതകാലത്തിൽ കെട്ടിയിടുന്ന ചില ഓർമ്മകളുണ്ട്, നമ്മളെ വളരാൻ സമ്മതിക്കാത്തത്, നമ്മളെ മാറി ചിന്തിക്കാൻ സമ്മതിക്കാത്തത്. അങ്ങനെയുള്ള ചിലതുണ്ടെങ്കിൽ വിട്ടുകളയണം എന്ന് തന്നെയാണ്
എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇപ്പം ഞാൻ നിരന്തരം കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, ഇപ്പം ക്ലയൻസ് ആയിട്ട് കാണുന്നവരുണ്ട്. അവരുടെ കഥകളിലൊക്കെ ആണെങ്കിലും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ചില കാര്യങ്ങളെ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്, വിട്ടുകളയാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ്. അതിനും ഈ പറഞ്ഞ പോലെ ഒരു ബ്രെയിനിൻ്റെ പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ബ്രെയിൻ ഒരു കാര്യത്തിനെ പെർട്ടിക്കുലർ ആയിട്ട് ഓർത്ത് വെക്കുന്നത് ചില ഈ ഈ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ഒരിക്കലും നമുക്കൊരു ഒരിടത്തൂടെ നടക്കുമ്പോൾ നമ്മളൊരു പാമ്പിനെ കണ്ടു എങ്കിൽ പിന്നീട് ആ വഴി നടക്കുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിക്കുന്നത് ഇനി ഈ അനുഭവം ഉണ്ടാവുമ്പോൾ നമ്മൾ കരുതിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ചില ഓർമ്മകളുണ്ട്. അതിപ്പോൾ നമുക്ക് നേരിട്ടുള്ള ഒരു അബ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള ചില മനുഷ്യരിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളായിക്കോട്ടെ. നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ലൈഫിൽ ചീറ്റ് ചെയ്യപ്പെട്ട ഒരാൾ ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട ബംഗാളിയിൽ നിന്ന് ഒരു തിക്ത അനുഭവം ഉണ്ടായിട്ടുള്ള ഒരാളാണെന്ന് കരുതൂ. അവർക്ക് പൊതുവെ ലോകത്തിനെ നോക്കുമ്പോഴേക്കും എല്ലാവരും പറ്റിക്കും എന്നുള്ളൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് നമ്മൾ പറയേണ്ടി, നോക്കൂ, ഈ ലോകത്ത് കോടാനുകോടി മനുഷ്യരുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള ഒരാളെ വെച്ചിട്ട്, ആ ആള് തന്നൊരു ഓർമ്മയെ വെച്ചിട്ട് നമ്മൾ മുഴുവൻ മനുഷ്യരെയും ഡിഫൈൻ ചെയ്യുകയോ ഇനി ഇങ്ങനെ ആയിരിക്കും എൻ്റെ ജീവിതം എന്ന് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ച് തുടങ്ങുന്നിടത്താണ് പ്രശ്നം. അവിടെയാണ് ആ ഒരു പോയിന്റിന്, ഈ ഓർമ്മയെ നമ്മൾ ചില സമയത്ത് വിട്ടുകളഞ്ഞ് പുതിയ എക്സ്പെരിമെൻറ്റ്സിന് നമ്മളെ തുറന്നു വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിന് പറ്റാതെ പിടിച്ചു വെക്കുന്നത് ഒരു ഓർമ്മയാണെന്നുണ്ടെങ്കിൽ, അത് ഓർമ്മയായാൽ പോലും വിട്ടുകളയണം എന്നുള്ളതാണ്. വിട്ടുകളയാന്ന് പറയുമ്പോൾ നമ്മൾ ബ്രെയിനിൽ നിന്ന് ഇറേസ് ചെയ്ത് കളയുന്ന പരിപാടിയൊന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. പക്ഷെ അതിന് നിങ്ങൾ കൊടുക്കുന്നത് അനാവശ്യമായ പ്രാധാന്യമാണോ, നിങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാ ജീവിത എക്സ്പീരിയൻസുകളെയും ഡിഫൈൻ ചെയ്യാൻ ഈ ഓർമ്മയെ നിങ്ങൾ അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, അവിടെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ബ്രെയിനിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് പുസ്തകത്തിൽ ഒരു ഭാഗത്ത് പറയുന്നത്, നമ്മുടെ ബ്രെയിൻ GPS പോലെയാണ്. കൊടുത്തു വിട്ടാൽ മതി, അതങ്ങ് പ്രവർത്തിച്ചു കൊള്ളും. അപ്പൊ എല്ലാത്തിനും ഒരു തുടക്കം ആണ് ആവശ്യം. അപ്പൊ തുടങ്ങാനാണ് മനുഷ്യർക്ക് പ്രയാസം. തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലേക്ക് അങ്ങ് പോകും. അപ്പൊ ഈ തുടക്കം എങ്ങനെയാണ്? ഇപ്പൊ തുടക്കം ഉണ്ടാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒടുങ്ങണം. ഒടുക്കത്തിൽ നിന്ന്, ഏതെങ്കിലും ഒന്നിന്റെ ഒടുക്കത്തിൽ നിന്നാണ് മറ്റൊന്നിന്റെ തുടക്കം. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത് ഈ പുസ്തകത്തിൽ? അതിന്റെ കണ്ടന്റ് അല്ല പറയുന്നത്, അശ്വതിയുടെ ഒരു അനുഭവ ലോകം വെച്ചുകൊണ്ട് അത് ഒന്ന് വിവരിച്ചേക്കുള്ളൂ. പുതുതെന്തെങ്കിലും തുടങ്ങാൻ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഒരു 10,000 വട്ടം ചിന്തിക്കും, നമ്മൾ കുറെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യും അല്ലേ. എളുപ്പമാണോ പുതിയൊരു കാര്യം തുടങ്ങുക എന്ന് പറയുന്നത്? അതൊരു ശീലമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പഠിക്കാൻ തുടങ്ങലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒരു ആരംഭ ശൂരത്വത്തിന് ചിലപ്പോൾ പെട്ടെന്ന് ചാടിക്കയറി ചെയ്യുന്ന ഇമ്പൾസീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവർക്ക് തുടങ്ങാൻ ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു കാര്യം ചെയ്തു തുടങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്. കാര്യം ഇപ്പം ഞാനിവിടെ ഈ സ്റ്റേജിലേക്ക് കയറാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. സ്റ്റേജിലേക്ക് കയറുമ്പോൾ നമുക്ക് ഞാനിവിടെ വരണം, ഇത്ര ആളുകളോട് സംസാരിക്കണം എന്നുള്ളത്, ആ കയറുന്ന ഒരു മൊമെന്റിൽ നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കും. അപ്പോൾ കുറച്ച് സമയം കൂടെ ഇരിക്കാം അവിടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുക. പക്ഷെ ഇവിടെ ഇരുന്ന് ഞാനിപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇനി സെഷൻ അവസാനിച്ചു, ഇനി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് അതായിരിക്കും ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നത്. കാരണം അത് വേറൊരു തുടക്കമാണല്ലോ. സെഷൻ അവസാനിച്ചു, ഇനി ഈ ഒരു നടപ്പ് പുതിയൊരു തുടക്കമാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു സ്ഥലം ഫെമിലിയർ ആയി കഴിഞ്ഞാൽ ബ്രെയിൻ പറയും, മറ്റേ എന്താണ് സിനിമയിൽ പറയുന്നത്, ഷാജിയേട്ടാ ഇവിടം സേഫ് അല്ല എന്ന് പറയുന്നല്ലേ, ഇവിടം സേഫ് ആണ് എന്ന് പറയും. അപ്പോൾ ഇവിടെ സേഫാണ്, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങളാരും പ്രശ്നം ഉണ്ടാക്കാത്ത ഓഡിയൻസ് ആണ്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്, വിശക്കുന്നില്ല, ദാഹിക്കുന്നില്ല, സേഫാണ്. പക്ഷെ ഇവിടുന്ന് മാറിയിട്ട് പുതിയൊരു കാര്യം ചലഞ്ചിങ് ആയിട്ട് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട, ഈ കോൺവെർസേഷൻ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ വിനീഷ് മാഷിന്റെ പുസ്തകത്തിനെ കുറിച്ച് തിരിച്ച് അശ്വതി ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമെന്ന് പറയുമ്പോൾ എൻ്റെ സേഫ്റ്റി എൻ്റെ ആ ഫീല് മാറും. ബിക്കോസ് ഇപ്പം ഞാൻ ആ റോൾ ഏറ്റെടുക്കണം, ഞാൻ ചിന്തിക്കണം, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ അനലൈസ് ചെയ്യണം, ഞാൻ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പോൾ റോള് ഷിഫ്റ്റ് ചെയ്യുന്നത് പോലും നമുക്ക് ഭയങ്കര, ആ ഒരു തുടക്കം പോലും നമുക്ക് ചെറിയൊരു സ്ട്രെസ് ഉണ്ടാക്കും. അപ്പം അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ തുടക്കങ്ങൾ ഒന്ന് തുടങ്ങിക്കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് പുതിയ തുടക്കങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക? ആ തുടക്കം എങ്ങനെയാണ് നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക? എങ്ങനെയാണ് ഒരു ചെറിയ തുടക്കം ഒരു ഹാബിറ്റായി മാറുന്നത്? അവിടെയും ഈ ബ്രെയിനിന് ചില റിവാർഡ്സ് ഒക്കെ കൊടുത്താലാണ് ബ്രെയിൻ നമുക്ക് വേണ്ടി പണിയെടുക്കുള്ളൂ. ആൾക്കറിയാം, അപ്പോൾ നമുക്ക് തന്നെ അറിയാം, എനിക്ക് ഇത്രയും പഠിക്കാനുണ്ടെന്നുള്ളത് എനിക്കറിയാമല്ലോ, എന്നിട്ടെന്താ ഞാൻ എണീറ്റ് ഇരുന്ന് പഠിക്കാത്തത്, എനിക്ക് എന്താ ആ ഒരു മോട്ടിവേഷൻ കിട്ടാത്തതെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിക്കും.
പക്ഷെ വെറുതെ ആ കട്ടിലിൽ കിടന്ന് റീൽസ് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര എനർജി ഒന്നും വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് ആവശ്യമുള്ള ഡോപ്പമിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ബ്രെയിൻ പറയും എന്തിനാ വെറുതെ ഇത്ര എനർജി വേസ്റ്റ് ചെയ്യുന്നത്, രാവിലെ എണീക്കണം, ഇത്രയും കാര്യങ്ങൾ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ, പഠിക്കാൻ, എന്തിനാ അത് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും തുടങ്ങാൻ പറ്റാത്തത്, പല കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റാത്തത്, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത്. അപ്പോഴും നമുക്കൊരു ആശ്വാസം തോന്നണില്ലേ, ഇതിങ്ങനെ ആയതുകൊണ്ട് ഇതിന്റെ റീസൺ പലതും മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സമാധാനം തോന്നും. ഇതുകൊണ്ടാണ് കാരണം മനസ്സിലായാൽ പിന്നെ കുറച്ചും കൂടെ എളുപ്പമാണ്. ഒരു സംഭവം ഇതുകൊണ്ടാണ് എന്ന് നമുക്ക് അവയർനെസ് ഉണ്ടായാൽ അതിനെ മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. അതൊരു ഇമോഷൻ ആയിക്കോട്ടെ, ഒരു ശീലമായിക്കോട്ടെ, എന്തായാലും കാരണം മനസ്സിലാക്കി തുടങ്ങുന്നിടത്താണ് നമ്മുടെ ജീവിതം ചേഞ്ച് ആവുന്നത്. അതുവരെ ഞാനെന്താ ഇങ്ങനെ, എനിക്കെന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇതിന് ആൻസർ കിട്ടി തുടങ്ങുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ഈവൻ മോർ ക്യൂരിയസ് ആവും. അപ്പൊ മറ്റേതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ. അങ്ങനെ നമ്മുടെ ഓരോ ബിഹേവിയറും, നമ്മുടെ ഓരോ റിയാക്ഷൻസും, നമ്മൾ ആളുകളെ പരിചയപ്പെടുന്ന പാറ്റേണുകൾ, നമ്മുടെ ജീവിതത്തിലുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കുന്ന രീതികൾ, നമ്മൾ വഴക്കുണ്ടാക്കുന്ന രീതി, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടി തുടങ്ങുമ്പോൾ ലൈഫ് ഭയങ്കരമായിട്ട് മാറി തുടങ്ങും എന്നുള്ളത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കാണുന്ന ആളുകളിലത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തുടങ്ങുക എന്നുള്ളത് എളുപ്പമല്ല, പക്ഷെ തുടങ്ങാനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ സന്തോഷത്തിൻ്റെ സമവാക്യങ്ങൾക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ തുടക്കത്തെ പറ്റി സംസാരിച്ചപ്പോൾ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞു അശ്വതി. അപ്പോൾ അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ അതിൽ ആ പുസ്തകത്തിലൊരു ഭാഗം ക്ഷമ ചോദിക്കാൻ വേണ്ടി സ്ട്രെസ് അനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റൊരാൾ ചെയ്ത തെറ്റിന് അയാളോട് ക്ഷമ ചോദിക്കേണ്ടി വരുന്നതിൽ ക്ഷമ ചോദിക്കണമല്ലോ എന്ന് ആലോചിച്ച് സ്ട്രെസ് അനുഭവിക്കുകയും ക്ഷമ ചോദിക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന ജീവിതങ്ങളെക്കുറിച്ച് ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലിലേക്ക് മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരാളോട് ചെന്ന് ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കുന്നത്, ക്ഷമിക്കുക എന്നുള്ളത്. അപ്പൊ ക്ഷമിക്കുക എന്നത് പോലും സ്ട്രെസ്സാണ് മനുഷ്യ. അത് എനിക്ക് പുതിയൊരു, അത് അറിയാമെങ്കിലും ഈ പുസ്തകം വായിച്ചപ്പോഴാണ് അതൊരു പുതിയൊരു അറിവാണ്. ശരിയാണല്ലോ, നമുക്ക് ക്ഷമിക്കുക എന്നുള്ളത് ഒരു സ്ട്രെസ്സാണല്ലോ എന്നുള്ളത്. അപ്പോൾ അശ്വതനാരി പറയുന്നുണ്ട് അത് ഒന്നും നമുക്ക് സ്ട്രെസ്സ് തരുന്ന ക്ഷമകൾ ആവശ്യമില്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു ക്ഷമയും സ്ട്രെസ്സും എന്ന നിലയിലും ഈ പുസ്തകത്തിൽ പറയുന്ന ആ കാര്യങ്ങൾ വെച്ചുകൊണ്ടുകൂടി ഒന്ന് സംസാരിക്കാൻ തോന്നുന്നു. അല്ല, മുഴുവൻ പറയണ്ട, ഞാൻ പറഞ്ഞ എനിക്കത് പുതിയ അറിവായിരുന്നു. സ്വാഭാവികമായും ഇപ്പൊ കേൾക്കുന്ന പലർക്കും, എല്ലാവർക്കും എന്നല്ല, പലർക്കും അതൊരു ക്ഷമയും സ്ട്രെസ്സും ഒരു പുതിയ അറിവാവാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. നമ്മൾ ഏറ്റവും അധികം വാഴ്ത്തിപ്പാടുന്ന ഒരു ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത്, അല്ലെ? ക്ഷമിക്കാൻ കഴിയുക എന്ന് പറയുന്നത് മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അത് ശരിയാണ്, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല നമ്മൾ ക്ഷമിക്കുന്നത്, ആക്ച്വലി നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷമിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിലാണ് നമ്മൾ ആ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നതെന്നുള്ളത് കൊണ്ട്. പക്ഷെ ക്ഷമ ഭയങ്കര നല്ല ഗുണമായതുകൊണ്ട് ക്ഷമിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ഫോഴ്സ് ചെയ്യപ്പെടാറുണ്ട്, അല്ലേ? നിനക്കങ്ങ് വിട്ടുകൊടുത്തൂടെ, നിനക്കത് ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. നമുക്ക് പലപ്പോഴും നമുക്ക് ക്ഷമിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തണം. അതിപ്പോൾ എനിക്കിപ്പോൾ ഈ മൊമെന്റിൽ ക്ഷമിക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരു മാസം എടുത്താലായിരിക്കും ചിലപ്പോൾ എനിക്ക് ഒന്ന് പ്രോസസ്സ് ചെയ്ത് ക്ഷമിക്കാൻ പറ്റുക. ചിലപ്പോൾ എനിക്ക് ആ മറ്റേ ആൾ എന്നോട് മാപ്പ് പറഞ്ഞാൽ മാത്രമായിരിക്കും എനിക്ക് ക്ഷമിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന്റെ പേരിലുണ്ടായ എല്ലാ നാശനഷ്ടങ്ങളും നികന്നതിന് ശേഷമായിരിക്കും എനിക്ക് ക്ഷമിക്കാൻ പറ്റുക. അല്ലെങ്കിൽ എനിക്ക് മരിക്കാറാവുന്ന സമയത്തായിരിക്കും എനിക്ക് ക്ഷമിക്കാൻ പറ്റുക. ഇറ്റ് ഡിപ്പെൻസ്. ഓരോ മനുഷ്യരുടെ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിനോടുള്ള വീക്ഷണമൊക്കെ അനുസരിച്ചിട്ട് ഈ ക്ഷമയുടെ തോതൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്ന, ക്ഷമിക്കുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ക്ഷമിച്ചാൽ മാത്രമാണ് നമുക്കൊരു ഹീലിംഗ് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു പോയിന്റിൽ നമ്മൾ നിൽക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഫോഴ്സ് ചെയ്തിട്ടുള്ള ഈ ക്ഷമിപ്പിക്കൽ അല്ലെങ്കിൽ ക്ഷമ കൊടുക്കാനുള്ള വി നീഡ് ടൈം ചില കാര്യങ്ങൾക്ക്, അല്ലേ? ചില കാര്യങ്ങൾ സെറ്റിൽ ആവാൻ, അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് അത് ഓക്കെ ആവാൻ, വീണ്ടും ആ വ്യക്തി ചിലപ്പോൾ സേഫ് ആണെന്ന് തോന്നിപ്പിക്കാൻ ഒക്കെ സമയം ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ ക്ഷമിക്കുക എന്നുള്ളതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. നമ്മൾ അത് വിട്ടുകളയൂ, അത് ക്ഷമിക്കൂ, നിനക്കല്ലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ, അയാൾക്ക് അത്ര വിവരം ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഈ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ക്ഷമിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാത്ത ഒരാളാണ് ഞാൻ. അവർക്ക് അവരുടെ സമയം കൊടുക്കും. അവർക്ക് ക്ഷമിക്കാൻ ക്ഷമിക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ വിട്ടുകളയുന്നത് നല്ലതായിരിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ടിട്ട് നമ്മൾ ഇത്രയും സ്ട്രെസ് എടുപ്പിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിന്റെ പെർസ്പെക്റ്റീവുകളെ കുറിച്ച് അതിനകത്ത് സംസാരിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതിനോട് തന്നെ ചേർത്ത് വായിക്കാൻ തോന്നുന്നു, മറ്റാർക്കൊക്കെയോ വേണ്ടി
സ്വയം എരിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർ, തൻ്റെ സന്തോഷം മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവർക്കും വേണ്ടി ജീവിച്ച് മരിച്ചു പോയുന്ന മനുഷ്യരെ കുറിച്ചും പറയുന്നുണ്ട് ഇതിൽ. സ്വാഭാവികമായിട്ടും പറയുന്നത് നമുക്ക് വേണ്ടി എത്ര സമയം നമ്മൾ മാറ്റിവെക്കുന്നു മറ്റുള്ളവരെ അപേക്ഷിച്ച്. അപ്പോൾ നമ്മിലേക്ക് എത്ര തവണ നമുക്ക് നോക്കാൻ കഴിയുന്നു, അതിന് എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വയം സന്തോഷം കണ്ടെത്താനുള്ള വഴികൾ ഇതിൽ പറയുന്നു. അതേ സമയത്ത് തന്നെ സ്വയം സന്തോഷം പറയുമ്പോൾ പോലും അപരൻ കൂടി ചേർന്നതാണ് നമ്മുടെ ജീവിതം. ഇപ്പം നാരായണ ഗുരുവൊക്കെ പറയും, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരണം. അപ്പോൾ നമ്മുടെ സന്തോഷം തീർച്ചയായിട്ടും അപരൻ്റെ ഒരു സന്തോഷം കൂടിയായി തീരണ്ടേ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഈ സെൽഫ് ലവ് എന്നുള്ള വാക്കിനെ പലപ്പോഴും സെൽഫിഷ് എന്ന് വായിക്കാറുണ്ട്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അവനവനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, അവനവനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് സത്യത്തിൽ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റേണ്ടതാണ്. നമ്മൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ മനസ്സിലാക്കുന്നു, നമ്മളെ കൊണ്ടു നടക്കുന്നു, അതിനനുസരിച്ചിട്ട് നമുക്ക് അത്രയും നല്ല മനുഷ്യരായിട്ട് ഇവോൾവ് ചെയ്യാൻ പറ്റുകയും നമുക്ക് ചുറ്റുമുള്ളവരെ കുറച്ചുകൂടെ മനസ്സിലാക്കാനും അവരോട് ചേർന്ന് നിൽക്കാനും നല്ലൊരു സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കാനും ഒക്കെ പറ്റേണ്ടതാണ്. പക്ഷെ നമ്മൾ പലരും നമ്മളെ ഹേർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇനി ഞാൻ കുറച്ച് സെൽഫ് ലവ് ചൂസ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഫുള്ള് ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഐസൊലേറ്റഡ് ആയി പോകുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നത് അവനവനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഞാൻ ഇനി കുറച്ച് എൻ്റെ കാര്യം മാത്രം നോക്കാം, ഈ മാത്രം വരുമ്പോൾ അല്ലെങ്കിൽ സെൽഫിഷ് ആകുന്നിടത്താണ് ആ ബൗണ്ടറി, ആ ബാലൻസ് ആണ് നമുക്ക് പലപ്പോഴും പ്രശ്നം വരുന്നതെന്ന് തോന്നുന്നു. എനിക്ക് എപ്പോഴും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ കമന്റ് ബോക്സിലൊക്കെ മിക്കപ്പോഴും കാണും, ചേച്ചി സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പം അതുകൊണ്ട് പലരെ ഇഷ്ടമില്ലാണ്ടായി തുടങ്ങി. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും. എല്ലാവരെയും ഒന്നും നമുക്ക് ഒരുപോലെ ചേർത്ത് വെച്ച് ഒരേപോലെ സ്നേഹിക്കാനൊന്നും പറ്റണമെന്നും ഉണ്ടാവില്ല. നമ്മളൊന്നും ആ ലെവലിലേക്ക് ഒന്നും എത്തിയിട്ടുള്ള ആളുകളല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ദർശനങ്ങളിലൊന്നും ജീവിക്കുന്നത് നമ്മൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കിതുപോലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, നമ്മൾ ബൗണ്ടറി വെക്കുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒക്കെ സ്പേസുകളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സമൂഹത്തിന്റെ ഭാഗമായിട്ടിരിക്കാനും കൂടെ ഉള്ളവരെ കുറച്ചുകൂടെ മനസ്സിലാക്കി കൺസിഡറേറ്റ് ആയിട്ടുള്ള എമ്പതിയുള്ള മനുഷ്യരായിട്ട് മാറാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് അതെനിക്ക് എല്ലാ കാലത്തും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. വേറെ ആരെങ്ങനെയൊക്കെ അല്ലാന്ന് പറഞ്ഞാലും എനിക്കെന്നെ ഇഷ്ടമാണ് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. എനിക്കെന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എന്നെ ഇങ്ങനെ ഞാനാക്കി ഇങ്ങനെ നിർത്തുന്ന എൻ്റെ ചുറ്റുമുള്ള ആളുകളോടൊക്കെ എനിക്ക് ആ സ്നേഹമുണ്ട്. ഞാൻ വളരെ കൺസിഡറേറ്റ് ആയിട്ടുള്ള എമ്പതിയുള്ള ഒരു മനുഷ്യജീവിയായിട്ട് തന്നെയാണ് എനിക്ക് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് സെൽഫ് ലവ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരിക്കലും ഒറ്റയ്ക്ക് തുരുത്തുകളാവാൻ വേണ്ടിയിട്ടല്ല, നല്ല മനുഷ്യരുടെ കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സഭ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മുടെ തന്നെ സുഹൃത്ത് ബന്ധത്തിലൊക്കെ പെട്ട പലരും പറയും, ഞാനിപ്പോൾ ഇനി സ്വയം സ്നേഹിച്ചു തുടങ്ങാൻ തുടങ്ങി, അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ലാത്ത മനുഷ്യരൊക്കെ ഞാൻ ഉപേക്ഷിച്ചു എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ കൂടി അതിലുണ്ട്. അതോടൊപ്പം പറയാൻ പറ്റുന്നതാണ്, ഇതിൽ മൗനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ നിസ്സംഗത അല്ലെങ്കിൽ മൗനമാണ് പലപ്പോഴും ഒരായുധം എന്ന് പറയാൻ പറ്റുന്നത്. അത് ഇപ്പോൾ സ്വന്തം അനുഭവം പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ ആക്രമണം വന്ന സമയത്ത് ആദ്യം അശ്വതി മൊത്തം പ്രതികരിക്കാൻ തുടങ്ങി. പിന്നെ ഒരു സുഹൃത്ത് പറഞ്ഞു, നീ മെന്റർ പറഞ്ഞു, അത് എന്തിനാണ് പ്രതികരിക്കാൻ പോകുന്നത്, മൗനമായി. ഞങ്ങൾ പലരും പല പുതിയ എഴുത്തുകാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കൂടി ഈ പ്രതികരണം എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ എളുപ്പം മൗനമാകാൻ പറ്റുന്ന ഒന്നാണോ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത്? അത്ര സാധ്യമായ ഒന്നാണോ അശ്വതി പറയുന്നത്? അപ്പൊ അശ്വതിന്റെ ജീവിതത്തിൽ അത് വന്നിട്ടുണ്ട്, പക്ഷെ മറ്റൊരാൾ പറഞ്ഞു തരുമ്പോഴാണ് അശ്വതി ചിന്തിക്കുന്നത്. അപ്പൊ പുസ്തകത്തിലൂടെ അശ്വതി ഇത് ആവിഷ്കരിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് വായനക്കാരിലേക്ക് എത്തിപ്പെടാൻ സാധ്യത, ആ ഒരു ആശയം? അതും നമ്മൾ ഈ പ്രതികരിക്കുന്നത് ആവശ്യമുള്ള സ്ഥലത്താണോ എന്നുള്ളത് ഭയങ്കര മാറ്റർ ആണെന്നുള്ളത് എനിക്ക് പിന്നെയാ തോന്നി തുടങ്ങിയത്. അപ്പൊ അതിൻ്റെ ഒരു ഷിഫ്റ്റ് എവിടെയാന്ന് വെച്ചാൽ ഞാൻ പറയാം. പണ്ടൊക്കെ നിങ്ങളാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മറ്റേ ഇങ്ങനെ പറഞ്ഞ ആൾക്ക് ശക്തമായ മറുപടി കൊടുത്ത അശ്വതി ശ്രീകാന്ത്, മറ്റേ കുറിക്കുകൊള്ളുന്ന ഉത്തരം കൊടുത്ത അശ്വതി ശ്രീകാന്ത്, നമുക്ക് ഒരു സമയത്ത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പം അത് കുറഞ്ഞിട്ടില്ലേ, അല്ലേ? നല്ലോണം കുറഞ്ഞില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പോൾ ഞാൻ മനഃപൂർവ്വമായിട്ട് ചില സ്പേസുകളിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അതെനിക്കൊന്നും പ്രത്യേകിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പം അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്ന സ്പേസുകളുണ്ട്. കാരണം
നമുക്ക് 1000 നല്ല കമൻ്റ് ഉണ്ടെങ്കിലും നമ്മളെ ട്രിഗർ ചെയ്യുന്നത് ഒറ്റ നെഗറ്റീവ് കമൻ്റ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ടായിരിക്കും? ബയോളജിക്കലി എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ? ത്രെട്ട് എവിടെയാന്നുള്ളത് നമ്മുടെ ബ്രെയിൻ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടാ. അപ്പൊ എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് ഇത്രയും പേര് നല്ലത് പറഞ്ഞൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലേ, നിങ്ങൾ എന്തിനാ ഇതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് വയർ ചെയ്തിരിക്കുന്നത്. ത്രെട്ടുകളെ ഐഡന്റിഫൈ ചെയ്യാനാണ് ബ്രെയിനിന്റെ, അങ്ങനെയാണ് അത് വയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനോട് പോയിട്ട് ഈ സന്തോഷം മാത്രം നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് മറ്റേത് വിട്ട് കളഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത് എന്തെങ്കിലും ഒരു ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് എല്ലാവരും പറയുന്നതിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മൾ കുറച്ച് സമയം അതിൻ്റെ പുറകെ നമുക്ക് ചെലവഴിക്കാൻ സമയം ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരം പോസ്റ്റുകൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ താഴെ എന്തൊക്കെ വരും എന്നുള്ളതോ ഇത് ഏതൊക്കെ തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടും എന്നുള്ളതോ അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് മനസ്സിലുണ്ടാവുന്ന ഒരു സംഘർഷം ഉണ്ടല്ലോ, എല്ലാ സമയത്തും നമ്മൾ ഹൈ അലേർട്ട് ആയിട്ടുള്ള മനുഷ്യരായിട്ടിരിക്കും. നമ്മളിങ്ങനെ എന്താ എന്നുള്ളൊരു സാധനത്തിലായിരിക്കും. ഒരു നോട്ടിഫിക്കേഷൻ പോലും നമുക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ടാക്കുക, നമ്മൾ അയ്യോ എന്തായിരിക്കും അത് എന്നുള്ളത്. ആ ഒരു പോയിന്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് പിന്നീടാണ് ഞാനത് റിയലൈസ് ചെയ്തത്. അത്രയൊന്നും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എൻ്റെ അത്രയും എനർജിയും സമയവും ഞാൻ അതിനു വേണ്ടി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ട് വളരെ എഫേർട്ട് എടുത്ത് തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. ഇത്രയൊന്നും എനർജി എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയവും എനർജിയും ഇതിനു വേണ്ടി ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ. എനിക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളിൽ ആ എനർജി സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ ഒരാൾക്ക് മറുപടി കൊടുക്കും അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്ത് കുറച്ചെങ്കിലുമൊക്കെ അതിവിടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത് അവരവിടെ ഡിസർവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവർ ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ പലതിനും മറുപടി കൊടുക്കാൻ പോകാറുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും, ചിലപ്പോൾ ഹൈഡ് ചെയ്യും. അത്രയൊക്കെ ഞാൻ അതിനകത്ത് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ കൊണ്ടുപോയി പലതരത്തിൽ നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സമയം എവിടെയൊക്കെ കളയുന്നു എന്നുള്ളത് പോലെ തന്നെ നമ്മൾ കോൺഷ്യസ്ലി ആലോചിക്കേണ്ടതാണ് നമ്മുടെ എനർജി നമ്മൾ ആർക്കൊക്കെ കൊടുക്കുന്നു, അത് എന്തിലൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ചൂസ് ചെയ്യാണ്. ഞാൻ വളരെ ആവശ്യമുള്ളിടത്ത് മാത്രം മറുപടി പറയാനും ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം അഭിപ്രായം പറയാം എന്നൊക്കെ വിചാരിച്ച് കുറച്ചൊക്കെ എന്നെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പീസ് പ്രൊട്ടക്ട് ചെയ്യുന്ന കേട്ടോ, എൻ്റെ മനസ്സമാധാനം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ചിലതിൽ നിന്നൊക്കെ ഞാൻ കോൺഷ്യസ് ആയിട്ട് മറുപടികളിൽ നിന്ന് പോലും ചിലപ്പോൾ മാറി നിൽക്കാറുണ്ട്. എളുപ്പമല്ല കേട്ടോ, ഒട്ടും എളുപ്പമല്ല. ഈ ഒരു ബ്രെയിനും വെച്ചുകൊണ്ട് ഒട്ടും എളുപ്പമല്ല, പക്ഷെ പോസിബിൾ ആണ്. അത് ഇപ്പം പറഞ്ഞതിനോട് ചേർത്ത് ഒരു പൊതുവായ ഒരു കാര്യം പറയാമെന്ന് തോന്നുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലമാണ്, പുരോഗമനത്തിൻ്റെ ഒക്കെ കാലമാണ്. പലപ്പോഴും നമ്മുടെ വ്യക്തി സന്തോഷങ്ങളിൽ നമുക്ക് രാജ്യവും ഭരണകൂടവും ഒക്കെ ഭാഗമാണ്. കാരണം അവർ തരുന്ന ചില രാജ്യങ്ങളൊക്കെ ഭരണകൂടം നൽകുന്ന കാര്യങ്ങളിൽ ജനങ്ങൾ സന്തോഷവാനാണോ എന്ന് നോക്കിയിട്ടാണ് ആ രാജ്യത്തിൻ്റെ പുരോഗതി നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഫിൻലാൻഡ് പോലെയൊക്കെ രാജ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചതാണ്. അതുപോലെ സ്റ്റേറ്റ് നമുക്ക് നൽകുന്ന സന്തോഷങ്ങളുണ്ട്, അത് നമ്മുടെ വ്യക്തി സന്തോഷങ്ങളുടെ കൂടി ഭാഗമാണ്. അപ്പം കേരള കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് വ്യക്തിപരമായി അശ്വതി അതിനെങ്ങനെ നോക്കിക്കാണുന്നു എന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ ഒരു പൊതു സാമൂഹിക തലത്തെടുത്ത് നോക്കിയാൽ മതി. മലയാളികൾ പെട്ടെന്ന് മാറ്റത്തിനോട് വളരെ റിസപ്റ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഉള്ള ആളുകളാണല്ലോ. അതിപ്പം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ നിൽക്കുമ്പോൾ എനിക്കിവിടെ വരുന്ന ഒരുപാട് മാറ്റങ്ങളെ വളരെ പോസിറ്റീവായിട്ട് എംബ്രേസ് ചെയ്യുന്ന, അതിനെ അങ്ങനെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. വേറുള്ള പല രാജ്യങ്ങളിലും നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടുത്തെ പല കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്തൊക്കെയും എനിക്കെപ്പോഴും തിരിച്ചെൻ്റെ നാട്ടിൽ വരാനും അല്ലെങ്കിൽ എൻ്റെ ഈ സ്ഥലത്തായിരിക്കാനും ഞാൻ കുറേ കാലം ഞാൻ വിദേശത്ത് താമസിച്ചിട്ടുള്ള അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പം എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, അവിടെ എങ്ങനെ അത്തരത്തിലുള്ള വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വളരെ ഒട്ടും കോൺഷ്യസ് അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന, എപ്പോഴും ഇങ്ങനെ ഒരു അലേർട്ടായിട്ട് കരുതിയിരിക്കാതെ നമുക്ക് പൊതുവിടങ്ങളിലൊക്കെ നടക്കാൻ പറ്റുന്ന ആ ഒരു സ്പേസിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനതിൻ്റെയൊക്കെ ഇവിടെയുള്ള പോസിറ്റീവ്സിനെ എപ്പോഴും അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രോഗ്രസ് ഒക്കെ ശരിക്കും വിസിബിളി കണ്ടു തുടങ്ങുന്ന
സ്പേസുകളിലൊക്കെ അത്രത്തോളം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന അത്തരത്തിലുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. വലിയ കോൺട്രവേഴ്ഷ്യൽ സാധനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല ഈ നശിച്ച നാട്ടിൽ നിന്നും പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് എഴുതുന്ന ആളുകളുണ്ട്. പക്ഷെ പോയവരുടെ എഴുതുന്ന ഒരു കാര്യമുണ്ട്, എത്രയോ വെരി ട്രൂ. ഞങ്ങൾ ഇന്നിപ്പോ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് വന്ന സമയത്ത് നമ്മൾ വണ്ടിയിലിരുന്ന് സംസാരിച്ചൊരു കാര്യമാണിത്. നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നവരെ കുറിച്ച് പറയുന്നു. പക്ഷെ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ട് അവിടെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ സെഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. അപ്പം നമ്മുടെ മെന്റൽ വെൽനസ് പ്ലാറ്റ്ഫോം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമുക്ക് അവിടെ ഒരുപാട് സൈക്കോളജിസ്റ്റുകളുണ്ട്. വേൾഡിന്റെ ഏത് ഭാഗത്തിരുന്ന് നിങ്ങൾക്ക് മലയാളിയായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനോട് കണക്ട് ചെയ്യാനുള്ള സംവിധാനം നമ്മളവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം അവർ ആ ഒരു മുറിയിൽ അവരുടേതല്ലാത്തൊരു ക്ലൈമറ്റിൽ നമുക്കൊട്ടും ഫെമിലിയർ അല്ലാത്ത ഭക്ഷണ രീതികളിൽ കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും നമുക്കിപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തീരുമാനിക്കാം. എനിക്കിപ്പോൾ രാവിലെ പോയിട്ട് സിറിയക് ഡോക്ടറിനെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഇവിടെ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഒ പിയിൽ വിളിച്ചൊരു ടിക്കറ്റ് എടുത്തിട്ട് പോയി കാണാൻ പറ്റും. പക്ഷേ ഒരു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് പോലും മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥകളെക്കുറിച്ച് അവിടെയുള്ള ആളുകൾ പറയുമ്പം യെസ്, എല്ലായിടത്തും സിസ്റ്റത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ജനിച്ചു വളർന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ബിക്കോസ് നമ്മുടെ ശരീരം ആയിക്കോട്ടെ, നമ്മുടെ നെർവസ് സിസ്റ്റം ആയിക്കോട്ടെ, നമ്മുടെ ഇമോഷൻസ് ആയിക്കോട്ടെ, ഒക്കെ ഈ എൻവയോൺമെൻറ്റുമായിട്ട് ഭയങ്കരമായിട്ട് താതാത്മ്യം പ്രാപിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും കിട്ടുന്ന ഒരു സെക്യൂരിറ്റി ഫീൽ ഉണ്ട്. അതില്ലാന്ന് എന്തായാലും പറയാൻ പറ്റില്ല. പുറത്തൊക്കെ പോയിട്ട് ആ ഒരു കൺവീനിയൻസുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് ഓക്കെ ആയിട്ട് തോന്നുന്ന ഫേസസ് ഉണ്ടായിരിക്കും. അതിനെ ഒന്നും നിഷേധിച്ചുകൊണ്ട് പറയല്ല. പക്ഷെ എനിക്കെപ്പോഴും ഇവിടെ ആയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഇവിടുത്തെ എല്ലാ കുറവുകളും അതൊക്കെ മാറി മാറി നമ്മൾ വീണ്ടും ഒരുപാട് പ്രോഗ്രസ്സിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി എപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്നാൽ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് ഇവിടെ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ആളുകളിലേക്ക് പോകാൻ തോന്നുന്നു. ഈ പുസ്തകത്തിലെ ഓരോ ചാപ്റ്ററിലും അശ്വതി കൂടുതൽ റെഫറൻസിന് വേണ്ടി പുസ്തകങ്ങളെ കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മളെ പഠനങ്ങളിലൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇങ്ങനൊരു മോട്ടിവേഷൻ പുസ്തകത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒന്ന് കാണുന്നത്. കാരണം സന്തോഷം അന്വേഷിക്കുകയാണ് നിങ്ങളെങ്കിൽ ഇന്നേ പുസ്തകങ്ങൾ കൂടി റെഫർ ചെയ്യൂ എന്നുള്ളത്. അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ വിനീഷ് മാഷ് അത് പറഞ്ഞപ്പോഴാണ് ഞാനും അത് റിയലൈസ് ചെയ്യുന്നത്. വേറെ പുസ്തകങ്ങൾ അങ്ങനെ വെക്കാറില്ല എന്നുള്ളത്. ടു ബി വെരി ഹോണസ്റ്റ്, പഠനങ്ങളിൽ വെക്കാറുണ്ട്, ഇങ്ങനെ ഒരു ജോണറിൽ അത് വെക്കാറില്ല എന്നുള്ളത് ഞാൻ പക്ഷെ വളരെ സ്വാഭാവികമായിട്ട് ഞാൻ ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഒരു ദിവസം രാവിലെ എനിക്കുണ്ടായ ബോധോദയങ്ങളല്ല. നമ്മൾ പലയിടത്തുനിന്ന് വായിച്ചും നമ്മുടെ മെൻറ്റേഴ്സ് പറഞ്ഞിട്ടും നമുക്ക് റിഫ്ലക്ഷൻ, നമ്മൾ പോഡ്കാസ്റ്റുകൾ കേട്ട് നമ്മൾ കുറേ ആളുകളോട് സംസാരിച്ചൊക്കെ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള തിരിച്ചറിവുകളെല്ലാം കൂടെ കളക്റ്റീവാക്കി വെച്ചിട്ടുള്ളൊരു പുസ്തകമാണത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കിട്ടിയിട്ടുള്ള കുറേ സോഴ്സസ് ഉണ്ടല്ലോ, ആ സോഴ്സസ് എല്ലാവരും അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇപ്പോൾ രാവിലെ ഇതിനകത്ത് ഞാൻ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് വെച്ചിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് മാത്രമാണ്. ബാക്കിയൊക്കെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഫോർഗീവ്നെസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് വേണ്ട, ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ് നമ്മളെ പലപ്പോഴും പുറകോട്ട് പിടിച്ച് വലിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും ഒരു പരിധിവരെയൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഇപ്പോൾ ഓരോ ചാപ്റ്ററിലും ഇതിനകത്ത് പല പല കോൺസെപ്റ്റുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു വായനയ്ക്ക് സഹായിക്കുന്ന പുസ്തകങ്ങളുടെ റെഫറൻസുകൾ ഓരോ ചാപ്റ്ററിൻ്റെയും അവസാനം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഉറപ്പായിട്ടും നല്ലൊരു വായന ഡീപ്പായിട്ട് ഈ ഒരു ഏരിയയിൽ എനിക്ക് പഠിക്കണം തോന്നുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിനകത്ത് നമ്മൾ വിക്ടിം മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ചുറ്റുമുള്ളവരൊക്കെയാണ് പ്രശ്നം, ഞാൻ ഓക്കെ ആണെന്ന് തോന്നുന്ന ഫേസിലാണ് മിക്കപ്പോഴും നമുക്കൊക്കെ തോന്നുന്നതാണ്. അവരൊന്ന് മാറിയിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് എത്ര ബെറ്റർ ആയേനെ, പാർട്ട്ണർ ഒന്ന് മാറിയിരുന്നെങ്കിൽ, അമ്മായിയമ്മ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിരുന്നെങ്കിൽ, ഞാൻ വന്ന വീട് നല്ലതായിരുന്നെങ്കിൽ, എൻ്റെ അച്ഛനും അമ്മയും കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് എത്ര മാറിയേനെ എന്നുള്ള ഒറ്റ ചിന്തയുടെ ലൂപ്പിൽ നമ്മൾ വർഷങ്ങളോളം ചിലപ്പോൾ പെട്ടു. അതൊരു വിക്ടിം മൈൻഡ് സെറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ ഇതൊക്കെ കണ്ടീഷൻസ് അപ്ലൈ, ഇതൊക്കെ ഇങ്ങനെയാണ്, പക്ഷേ ഇനി എന്തെന്നുള്ള ആ ഒരു ഷിഫ്റ്റിലേക്ക് നമ്മൾ മാറില്ല. ഇവരൊക്കെയാണല്ലോ പ്രശ്നം, ഇവർ മാറാതെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ളൊരു സേഫ്റ്റിയിൽ നമ്മൾ കയറിയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊരു ചാപ്റ്ററിൽ സംസാരിക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ എവിടെ പോയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ളതിൻ്റെ റെഫറൻസ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം അടുത്തടുത്ത എഡിഷൻസ് ഒക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ സമയമെടുത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പോഡ്കാസ്റ്റുകളുടെ ഇതും കൂടി ആഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് റെഫറൻസ് വെച്ചിട്ടുള്ളത്. എന്തായാലും ഒരു പുസ്തകത്തിലൂടെ അനേകം പുസ്തകങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. വായനക്കാർക്ക് അത് വളരെ ഉപകാരപ്രദമാവുന്നത് സംശയമില്ല. എന്തായാലും കുറേ നേരമായി ഞങ്ങൾ രണ്ടുപേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്കെല്ലാവർക്കും കൂടി ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും
അശ്വതിയോട് ചോദിക്കാനോ പറയാനോ അഭിപ്രായം പങ്കുവെക്കാനോ ഉണ്ടെങ്കിൽ അതാവുന്നതാണ്. മാം ഇവിടെ വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ചും നോ പറയുന്നതിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ മാമിൻ്റെ ക്ലൈൻ്റായിട്ട് വിവിധ തലമുറയിലുള്ള ആളുകൾ വരുന്നുണ്ടാവും. അപ്പോൾ പുതിയ തലമുറ കൂടുതലായിട്ട് നോ പറയാനും അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നതിനും കൂടുതൽ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാമിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടൊന്ന് പറയാൻ പറ്റും? തീർച്ചയായിട്ടും വലിയൊരു ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കൃത്യമായിട്ടുള്ള എക്സാമ്പിൾസ് ഒന്നും ഇല്ലാണ്ടാണ് ഇപ്പോഴത്തെ ജനറേഷൻ ജീവിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം നമ്മുടെ പേരൻസ് ഇതുവരെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരെ പേരൻറ്റ് ചെയ്തിട്ടുള്ള രീതികളൊന്നും അല്ല ഇപ്പോഴത്തെ പേരൻസ് കുട്ടികളിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇവരൊരു ഗ്ലോബൽ സിറ്റിസൺ ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതൊന്നും ഇവിടെ ചിലവാവാത്തൊരു സ്പേസിലാണ് നമ്മൾ പല കാര്യത്തിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അവർക്ക് ലോകത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിട്ടുകൊടുക്കലാണെങ്കിലും നോ പറയലൊക്കെ ആണെങ്കിലും അവർക്ക് കുറച്ചും കൂടി എളുപ്പമാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതൊരു സെൽഫിഷ്നെസ്സിലേക്ക് പോവാതെ ഇതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടല്ലോ, എംപത്തറ്റിക് ആയിട്ട് നിന്നുകൊണ്ട് ഉള്ള ആ ഒരു സ്പേസിലേക്ക്. അപ്പം ആ ഒരു ബാലൻസ് കിട്ടാതെ അവർ കുറേ പേര് സ്ട്രഗിൾ ചെയ്യുന്നതും കാണാറുണ്ട്. എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം എൻ്റെ മകൾക്ക് 12 വയസ്സാണ്. എന്നെ കഴിഞ്ഞും എത്ര എളുപ്പത്തിൽ അവൾക്ക് നോ പറയാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പോയിന്റിലൊക്കെ എനിക്ക് ഈ കുട്ടി ഭയങ്കര ബ്രൂട്ടലി ഹോണസ്റ്റ് ആണല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്രയും ഷാർപ്പായിട്ട് പറയും. പക്ഷെ ഇപ്പോൾ ഒരു ടീനേജ് ഫേസിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ആ ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ട് കുറച്ചും കൂടെ മറ്റൊരാളുടെ ഷൂവിൽ നിന്നിട്ട് എംപത്തറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഫേസിലേക്ക് വന്നു തുടങ്ങുന്നത് കാണുന്നുണ്ട്. പക്ഷെ അതുവരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ത് എളുപ്പമാണ് ഇവർക്ക് നോ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ എന്നൊക്കെ പറയുന്ന ഈ ജനറേഷനുകൾ ഉണ്ടല്ലോ, ഡിജിറ്റൽ വേൾഡിലേക്ക് ജനിച്ചു വീണ കുട്ടികൾ. അപ്പം അവർക്ക് കുറച്ചും കൂടെ അവരുടെ പേഴ്സ്പെക്റ്റീവുകൾ വ്യത്യസ്തമാണ്. അവർക്ക് നോ പറയാനും ബൗണ്ടറി സെറ്റ് ചെയ്യാനും ഇവിടെ വരെ എനിക്ക് ഓക്കെയാണ്, ഇതിനപ്പുറത്തേക്ക് അല്ല എന്ന് പറയാനും ഒക്കെ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അവരെയും കണ്ടീഷൻ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ മിലേനിയൽസിൻ്റെ വഴിയിലേക്ക് ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല എന്നുള്ളതാണ്. മാഡത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് കാര്യങ്ങൾ ഇപ്പം അങ്ങനെ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ പുറത്ത് കുറേ ആൾക്കാർ മാഡത്തിൻ്റെ നിലപാടുകൾ പിന്നെ ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പറയുന്നതിൽ സന്തോഷിച്ചിട്ടും അതിലൂടെ ഒരു ഊർജം കൈവരിച്ചിട്ടും നിൽക്കുന്നുണ്ട്. അപ്പോൾ മാഡം ഞാൻ പ്രതികരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ടതല്ല. അങ്ങനെയല്ല മാഡത്തിന്റെ നിലപാടുകൾ ഞാൻ വായിക്കാറുണ്ട്. അതിൽ മാഡം പറയുന്ന കാര്യങ്ങളിലെല്ലാം പിന്നെ എനിക്കും പിന്നെ അനുകൂലമായ ഒരു സംഭവമാണ് ഉള്ളത്. അപ്പോൾ ചിലർ പറയും ഇതെന്തോ പൈങ്കിളി എന്ന് പറഞ്ഞിട്ട്. ഈ സെഷൻ പോലും ജീവിതത്തിൻ്റെ സമവാക്യങ്ങൾ, സന്തോഷങ്ങൾ, പിന്നെ വലിയ കാര്യങ്ങൾക്ക് സന്തോഷം കണ്ടെത്തിയിട്ട് പിന്നെ അവിടെ എന്തോ പിന്നെ കെട്ടിപ്പടുക്കാനുണ്ട് എന്നാണ് ആൾക്കാർ കരുതുന്നത്. പക്ഷേ മാഡം പറഞ്ഞതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തിയാൽ ജീവിതം വലിയൊരു വിജയമായിരിക്കും. അതുപോലെ മാഡം പറയുന്ന നിലപാടുകളും അതിന് ഒരു ശക്തി തരുന്നുണ്ട്. ഞാൻ ഇനി അങ്ങനെ പുറകോട്ട് പോവാൻ പാടില്ല എന്നാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മാഡത്തിനോട് പറയാനുള്ളത്. പേരെന്താ പറഞ്ഞ? നിഷ. ഞാൻ എങ്ങോട്ടും പുറകോട്ട് പോയിട്ടില്ല. അതാ ഞാനിപ്പോൾ ഇവിടെ വേദിയിലിരുന്ന് ഇത്ര അധികം ആളുകളോട് സംസാരിക്കുകയല്ലേ. നമ്മൾ എവിടെയും പുറകോട്ട് പോകുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. നമുക്ക് ഒരു സമയത്ത് എല്ലാത്തിനും പ്രതികരിക്കണം എന്ന് തോന്നുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് എവിടെയാണ് ഇത് പറയേണ്ടത്, എവിടെയാണ് കറക്റ്റായിട്ട് അത് സെർവ് ചെയ്യേണ്ടത് എന്ന് തോന്നുന്ന, നമ്മളത് തിരിച്ചറിയുന്ന ചില സമയങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു 20 നെഗറ്റീവ് കമൻറ്റ് വന്നു, ഞാൻ ഇവരോട് എല്ലാവരോടും തിരിച്ചു പോയിട്ടിരുന്ന് റിപ്ലൈ ചെയ്ത്, അപ്പോൾ അവരതിന് കുറേ റിപ്ലൈ ചെയ്ത്. നമ്മുടെ എത്ര സമയവും എനർജിയും ആണ് നമുക്ക് അത്രയ്ക്കൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിലുള്ള റിയലൈസേഷനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അപ്പം നമ്മളിത് പറയുന്നത് കൊണ്ട് ഇത് ഒരുപാട് പേർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് തോന്നുന്ന ഒരു കാര്യത്തിലാണെങ്കിൽ ഇപ്പോഴും ഞാൻ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അഭിപ്രായം പറയുന്നതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളത് പറഞ്ഞു എന്നുള്ളതും ആവും. പിന്നെ ഓൺലൈൻ മീഡിയാസ് അത് വളച്ചൊടിച്ച് പലതരത്തിൽ അവിടെ ഇവിടെയും കൊണ്ട് പേസ്റ്റ് ചെയ്യും. പിന്നെ അതിനെ തുടർന്നുള്ള ചർച്ചകൾക്കൊക്കെ നമ്മൾ സമാധാനം പറയേണ്ട അവസ്ഥയിലേക്കൊക്കെ. അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് ഇത്ര എടുക്കാനുള്ളൊരു ബാൻഡ് വിഡ്ത്ത് എനിക്കിപ്പോൾ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് പലപ്പോഴും ഞാൻ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാറ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ നിഷ ചോദിച്ച അതേ ചോദ്യം ഞാൻ കരുതി വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ
അതിൽ തന്നെ കുറച്ചും കൂടി ആധികാരികമായിട്ട് ചിന്തിച്ചാൽ ഇപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു പ്രൊഫഷൻ ഈ പറഞ്ഞ ഒരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുന്നതിന് നമ്മുടെ പ്രത്യേകിച്ച് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട അങ്ങനെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരിടം. നമ്മൾ ഇപ്പോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളുണ്ടാവും, അദ്ദേഹത്തിൻ്റെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളുണ്ടാവും, ഇത് എത്തിക്കേണ്ട ആളുകളുടെ ഒരു കൃത്യമായ ധാരണയുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രൊഫഷൻ എത്രത്തോളം ഒരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കാൻ നിങ്ങളെ അനുവദിക്കാതിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പം പിഷാരടിയുടെ എക്സാമ്പിൾ ആണെങ്കിലും അദ്ദേഹം പല കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഇടയ്ക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു പിൻവലിയൽ. അതായത് ഒരു ഭാഗത്ത് നിന്ന് ചിലപ്പം സോഷ്യൽ മീഡിയ അറ്റാക്ക് ആവാം, അല്ലെങ്കിൽ പറയാതെ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാതെ കാണുന്ന അവസരങ്ങൾ നിഷേധിക്കപ്പെടലാവാം. ഇത്തരത്തിൽ പ്രത്യേകിച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്ന ഇന്നത്തെ ഒരു മലയാളത്തിലുള്ള ഒരാൾക്ക് എത്രത്തോളം ഈ പറഞ്ഞ ഒരു ചാലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അഥവാ അങ്ങനെ ഒരു ചാലഞ്ച് ഉണ്ട്, നമ്മൾ കോംപ്രമൈസ് ചെയ്യാണ്, ഓക്കെ ഐ വിൽ ബി സെലക്റ്റീവ് ഫ്രം ടുഡേ എന്ന് പറയുമ്പോൾ നമ്മളെന്താണോ ഞാൻ എന്താവണം അല്ലെങ്കിൽ ഞാൻ എന്ത് പറയണം, ഞാൻ എൻ്റെ ആ ഒരു സത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പ്രൊഫഷനെ മുറുകെ പിടിക്കുന്നെന്ന് തോന്നാറുണ്ട് എപ്പോഴെങ്കിലും? പേര് പറഞ്ഞില്ല. സോറി, എൻ്റെ പേര് നിതിൻ. നിതിൻ, ഒന്നാമത്തെ കാര്യം, ഞാൻ വളരെ കീനായിട്ട് സിനിമ ഫോളോ ചെയ്യുന്ന ഒരാളല്ല, അല്ലെങ്കിൽ സിനിമയല്ല എൻ്റെ ഒരു ഇടമായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുകയോ ഒരുപാട് വേഷങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല. എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്തു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് അതിനെ ഞാൻ എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രഷറേ ഇല്ല. ഇതുകൊണ്ട് എൻ്റെ ഒരു അവസരം പോകുമോ എന്നുള്ളൊരു പ്രഷർ ഒട്ടും ഉള്ള ഒരാളല്ല ഞാൻ. സീരിയലാണെങ്കിലും ഇപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ആ ഒരൊറ്റ പ്രോഗ്രാമേ ചെയ്തിട്ടുള്ളൂ. ചക്കപ്പഴം എന്ന് പറയുന്ന ഒരൊറ്റ സിറ്റ്കോം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ വേറൊരു സീരിയലും ചെയ്തിട്ടില്ല. അപ്പോൾ അതെനിക്ക് വേറെ അവസരങ്ങൾ വരാത്തത് കൊണ്ടല്ല, അവസരങ്ങൾ സീരിയലിൽ നിന്നാണെങ്കിലും സിനിമയിൽ നിന്നൊക്കെ ആണെങ്കിലും വരുമ്പോഴും ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രയോറിറ്റി അതല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു പരിധി വരെ അവിടെയാണ് ഞാൻ കൂടുതൽ സെലക്റ്റീവ് ആവുന്നത് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രമാണ് ഞാൻ പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് സിനിമ നോക്കിയിട്ട് അവസരങ്ങൾ നോക്കിയിട്ട് എനിക്ക് ഒരിക്കലും എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. എനിക്ക് ആകെ നോക്കേണ്ടി വരാറുള്ളത് എൻ്റെ പീസ് ഓഫ് മൈൻഡും പിന്നെ ഈ സമയത്ത് എനിക്കിത് എടുക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടോ എന്ന്, അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണെന്നറിയോ, എനിക്ക് വേറൊരു വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം തോന്നിയിട്ടുള്ളത്, നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും. ഇപ്പം നമ്മൾ എപ്പോഴും കാണുന്നതിൻ്റെ 2 ഷെയ്ഡാണ്. ബ്ലാക്ക് ഓർ വൈറ്റ് ആണ് നമ്മൾ എപ്പോഴും കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമ്പിളിലാണെങ്കിലും ഇപ്പോൾ ഒരു ആത്മഹത്യ അതുമായി തുടർന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്തും ഈ ഒരു എൻഡ് അല്ലെങ്കിൽ ആ ഒരു എൻഡ് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഒരു സൈഡിലാവാൻ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അഭിപ്രായങ്ങൾ, നമ്മൾ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒപ്പീനിയനുകളൊക്കെ ഇതിൽ ഏതെങ്കിലും ഒരു എൻഡിൽ നിൽക്കുന്ന ആളുകളുടേതായിരിക്കും. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു 90% വരുന്ന ഒരു അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം അല്ല നമ്മൾ കേൾക്കുന്നത്. അതൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിൽ ഒരു വ്യക്തി ഷെയർ ചെയ്യുണ്ടായി. ഇപ്പോൾ ട്വിറ്ററിൽ അഭിപ്രായം പറയുന്ന ആളുകൾ, ട്വിറ്ററിൽ അക്കൗണ്ടുള്ള ആളുകളുടെ ഒരു 20% ആളുകളുടെ അഭിപ്രായമാണ് നമ്മൾ ട്വിറ്ററിൽ എല്ലാവരും ചർച്ചയാവുന്നു എന്ന് പറയുന്നത്. അഭിപ്രായമില്ലാത്ത അല്ലെങ്കിൽ ഇതല്ല എൻ്റെ അഭിപ്രായം, പക്ഷെ എനിക്കിതിപ്പോൾ പറയാൻ താല്പര്യമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വലിയൊരു മെജോറിറ്റി ഇവിടെയുണ്ട്. അപ്പോൾ പോപ്പുലർ ഒപ്പീനിയൻ എന്ന് നമ്മൾ വിചാരിക്കുന്നത് പലതും സത്യത്തിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ബഹുഭൂരിപക്ഷം ഇവിടെ ചിന്തിക്കുന്നത് വേറൊരു തരത്തിലാണ് എന്നുള്ളൊരു ആംഗിൾ ഉണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പലരുടെയും ഷൂവിൽ നിന്നിട്ട് ചിന്തിക്കാൻ കൂടെ ശ്രമിക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒറ്റ പോയിന്റിൽ നിന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അതെൻ്റെ പ്രശ്നമായിരിക്കും, പക്ഷെ എന്നാൽ പോലും ഞാൻ ആ ഷൂവിൽ നിന്നിട്ടും ആലോചിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവരപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. അതെന്നെ കുറച്ചും കൂടെ എംപത്തറ്റിക് ആയിട്ടുള്ളൊരു മനുഷ്യ സ്ത്രീയാക്കി മാറ്റുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ഷാർപ്പായിട്ടുള്ള നമുക്കൊരൊറ്റ ഷാർപ്പായിട്ടുള്ളൊരു കൊട്ട് മതിയായിരിക്കും, അയാളുടെ എൻ്റയർ ലൈഫായിരിക്കും ചിലപ്പം എയറിലേക്ക് മാറുക, അയാൾ ആ ഒരു മൊമെൻറ്റിൽ ഇമ്പൾസിൽ ചെയ്തതായിരിക്കും എന്നൊക്കെയുള്ള തോട്ട് എന്നെ കുറച്ചും കൂടെ ആ റെസ്പോൺസ് ഡിലേ ചെയ്യിപ്പിക്കാൻ കാരണമാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പ്രതികരണം സെലക്റ്റീവ് ആവുന്നത് ഈ പറഞ്ഞ പോലെ അതിൽ
പ്രൈമറി പ്രയോറിറ്റി എൻ്റെ പീസ് ഓഫ് മൈൻഡും എനിക്കപ്പോൾ അത് എടുക്കാനുള്ള സമയവും എനർജിയും ഉണ്ടോ എന്നുള്ള സെലക്ഷനാണ്, ഒരിക്കലും പ്രൊഫഷനല്ല. എന്തായാലും നമ്മുടെ ഈ സെഷൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ ചർച്ചകൾ പുറത്തു നടക്കട്ടെ. എന്തായാലും അക്ഷരങ്ങളും പുസ്തകങ്ങളും നമ്മുടെ ജീവിതത്തിന് അനേകം വെളിച്ചങ്ങൾ നൽകുന്നതാണ്. തീർച്ചയായും ബഷീർ പറയുന്നൊരു കാര്യമുണ്ട് കൃതിയിൽ, വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. നമ്മുടെ ഈ വെളിച്ചമുള്ള ജീവിതത്തിൽ അശ്വതിയുടെ സന്തോഷത്തിൻ്റെ സമവാക്യങ്ങൾ എന്ന പുസ്തകം കൂടുതൽ വെളിച്ചം പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി അശ്വതി ശ്രീകാന്ത് ആൻഡ് ബിനീഷ് പുതുപ്പണം.